ബേസിക് കൺസെപ്റ്റ്സ് ഇൻ സോഷ്യോളജി, അതുപോലെ തന്നെ സോഷ്യൽ പ്രോസസ്സസ് ആൻഡ് പ്രോബ്ലംസ്. ഈ രണ്ട് ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കഷൻ സെഷൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി ടേം റെഫറൻസ് ഗ്രൂപ്പ് വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. സോ ഈ റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ ഒരു ടേം എവിടെയെങ്കിലും കേട്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? അതെ മാഡം. ഓർക്കുന്നുണ്ട്. എവിടായിരുന്നു നമ്മൾ പഠിച്ചത്? അത് ഹൈമൻ അല്ലേ മാഡം ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഓക്കെ ഓക്കെ ഇത് എന്ത് പഠിച്ചപ്പോഴായിരുന്നു നമ്മൾ റെഫറൻസ് ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നേ? നമ്മൾ റോള്, സ്റ്റേറ്റസ് അങ്ങനെയൊക്കെ റോബർട്ട് കെ മർട്ടൻ ഒക്കെ പറഞ്ഞപ്പോഴായിരുന്നു നമ്മൾ റെഫറൻസ് ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞത് അല്ലേ? ബാക്കിയുള്ള ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ആൻസേഴ്സ് ഉണ്ടോ ഹൈമൻ അല്ലാണ്ട്? അതോ ഹൈമൻ തന്നെയാണെന്നാണോ പറയുന്നത്? ആരാണ് റെഫറൻസ് ഗ്രൂപ്പ് എന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഇപ്പൊ മൈക്ക് ഓൺ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാറ്റിൽ ഇട്ടോ കേട്ടോ. ചാറ്റിൽ ഓപ്ഷൻ ഇട്ടാലും ടൈം വേണോ ഇനിയും? വേണ്ട മാം. ഓക്കെ, ഏതാണ് ആൻസർ? ഇത് എനിക്ക് ഓർമ്മയില്ല. ജസ്റ്റ് ഗസ് ചെയ്യൂ. ഇപ്പൊ നമ്മൾ റെഫറൻസ് ഗ്രൂപ്പ്, സ്റ്റേറ്റസ്, റോൾ എന്നൊക്കെ ഉള്ള ഒരു കുറച്ച് ടേംസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞില്ലേ? അപ്പൊ ആരായിരിക്കും റെഫറൻസ് ഗ്രൂപ്പ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് തോന്നുന്നത്? ഇതൊക്കെ വായിച്ചനുസരിച്ചിട്ട് ഓഡിയോ ഓൺ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാറ്റിൽ ഇട്ടോ കേട്ടോ, കുഴപ്പമില്ല. തെറ്റിപ്പോയാലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഫസ്റ്റ് ടൈം നോക്കുന്നതല്ലേ, അത് പ്രശ്നമാക്കണ്ട. തെറ്റും എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. പറഞ്ഞോളൂ. നമ്മുടെ ടൈം ആരാണ്? ഹൈമൻ തന്നെയാണ്. വെരി ഗുഡ്. സോ നമ്മുടെ റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഹെർബർട്ട് ഹൈമാൻ ആണ്. പക്ഷെ നമുക്ക് മെർട്ടനുമായിട്ടൊരു കൺഫ്യൂഷൻ ഫീൽ ചെയ്യാം. പക്ഷെ ഈ ഒരു ടേം എന്ന് പറയുന്നത് കോയിൻ ചെയ്തതാണ് ഹെർബർട്ട് ഹൈമാൻ. ഫസ്റ്റ് ഇങ്ങനെ ഒരു ടേം കോയിൻ ചെയ്ത് അതെന്ന് പറയുന്നത് വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യുന്നത്, അതായത് നമ്മൾ വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ചില ആൾക്കാർ നമ്മൾ തന്നെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ, കുറച്ച് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ വെച്ച് കമ്പയർ ചെയ്യും. അവരെ ഒരു റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് നമുക്കും അതുപോലെ ആവണം എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. ചില മനുഷ്യരാണെങ്കിൽ അവരുടെ മോശപ്പെട്ട ക്യാരക്ടേഴ്സ് ഒക്കെ കണ്ടിട്ട് നമ്മൾ വിചാരിക്കും അവരെ പോലെ ആവാൻ പാടില്ല. ഇത് രണ്ടും എന്താണ്, നമ്മൾ കമ്പാരിസന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഇത് രണ്ടും റെഫറൻസ് ഗ്രൂപ്പിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ ഈ ഒരു ടേം ഫസ്റ്റ് കോയിൻ ചെയ്തത് ഹെർബർട്ട് ഹൈമാൻ ആണ്. ആൻഡ് ഈ ഒരു തിയറി ഏറ്റവും കൂടുതൽ പിന്നെയും ആ ഒരു ഫ്രെയിം വർക്ക് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് റോബർട്ട് കെ മർട്ടൻ ആണ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. To meet the generalized others and significant others are the creators of. So meet generalized others, significant others, ഈ ഒരു തിയറി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഓർക്കുന്നുണ്ടോ അത്? ഇല്ല മാഡം. ഹെർബർട്ട് മീഡിന്റെ തിയറീസ് ഒക്കെ വായിച്ചായിട്ട് ഓർക്കുന്നില്ല? സോഷ്യലൈസേഷൻ, ബേസിക് കൺസെപ്റ്റ്സ് ഇൻ സോഷ്യോളജിയിലെ സോഷ്യലൈസേഷൻ പറഞ്ഞപ്പോ അവിടെ പറഞ്ഞിട്ടില്ലേ? മറന്നുപോയോ? അപ്പൊ ഏതാണ് ആൻസർ? അതായത് ജനറലൈസ്ഡ് അതേഴ്സ് എന്നും സിഗ്നിഫിക്കന്റ് അതേഴ്സ് എന്നും ഉള്ള ഒരു നമ്മൾ തിയറി, ഹെർബർട്ട് മീഡിന്റെ തിയറിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോഷ്യലൈസേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അത് എന്തിനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഐ, മീ എന്ന് പറഞ്ഞിട്ട് രണ്ട് സെൽഫ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. അതില് ഐ എന്ന് പറയുന്നത് ഒരാളുടെ റിയൽ ആയിട്ടുള്ള സെൽഫ്, അതായത് നമ്മൾക്ക് മാത്രം നമ്മളെ അറിയാമെന്ന് പറയുമല്ലോ, ആ സ്വഭാവമാണ് ഐ എന്ന് പറയുന്നത്. ആ ഒരു സ്വഭാവം നമുക്ക് മാത്രമേ അറിയുള്ളൂ. അത് നമ്മൾ വേറെ ഒരാളുടെ അടുത്തും പുറത്തെടുത്തിട്ടില്ല. അടുത്ത മീ എന്ന് പറയുന്നതാണ് നമ്മൾ സൊസൈറ്റിക്ക് മുന്നിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്ന നമ്മുടെ സ്വഭാവം, നമ്മുടെ സോഷ്യൽ ആയിട്ടുള്ള സെൽഫാണ് എന്തെന്ന് പറയുന്നത്, മീ എന്ന് പറയുന്നത്. സോ ഈ മീയില് വരുന്നതാണ് ജനറലൈസ്ഡ് അതറും സിഗ്നിഫിക്കന്റ് അതറും. ഓക്കെ, സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ബി, മീ ആണ്. ഓക്കെ, സോ ജനറലൈസ്ഡ് അതർ എന്ന് പറയുന്നതും സിഗ്നിഫിക്കന്റ് അതർ എന്ന് പറയുന്ന ആ രണ്ട് ടേംസ് അല്ലെങ്കിൽ ആ രണ്ട് പേഴ്സണാലിറ്റീസ് വരുന്നത് മീ എന്ന് പറയുന്ന നമ്മുടെ സെൽഫിലാണ്. ഓക്കെ,
മീ എന്ന് പറയുന്ന സെൽഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സൊസൈറ്റിയുടെ മുന്നിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, സൊസൈറ്റിയുടെ മുമ്പിൽ നമ്മൾ നമ്മളെ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് മീ. അതിൽ വരുന്ന രണ്ട് സെൽഫാണ് ജനറലൈസ്ഡ് അതേഴ്സും സിഗ്നിഫിക്കന്റ് അതേഴ്സും. ഓക്കെ, സോ ഇതിന്റെ ആൻസർ ബി ആണ്. നെക്സ്റ്റ് വൺ, ദ കളക്ഷൻ ഓഫ് റോൾസ് ദാറ്റ് ഗോസ് വിത്ത് എ ഗിവൺ സ്റ്റേറ്റസ് ഇസ് ടേംഡ് as. കളക്ഷൻ ഓഫ് റോൾസ്, ഒരു സ്റ്റാറ്റസിന് താഴെയുള്ള റോൾസിന്റെ കളക്ഷൻ, അതിനെല്ലാത്തിനും കൂടെ ഒരൊറ്റ പേര് നമ്മൾ പറയാറുണ്ട്. ഈ കളക്ഷൻ ഒരൊറ്റ പേരിട്ട് നമ്മൾ വിളിക്കാറുണ്ട്. എന്താണ് ആ ടേം? റോൾ സെറ്റ്. വെരി ഗുഡ്. സോ ഒരു ആൾക്ക് ഡിഫറെന്റ് റോൾസ് ഉണ്ടായിരിക്കും അല്ലെ. ഫോർ എക്സാമ്പിൾ ഒരു പ്രൊഫസർ എന്ന് പറയുന്നത് അയാളുടെ സ്റ്റേറ്റസ് ആണ്. ആ പ്രൊഫസർ എന്ന് പറയുന്ന സ്റ്റേറ്റസിന് താഴെ അയാൾക്ക് ഒരുപാട് റോൾസ് ഉണ്ട്. കൊളീഗ്സ് ആണ്, അയാളുടെ കൂടെയുള്ള ബാക്കിയുള്ള പ്രൊഫസേഴ്സിന് അയാൾ കൊളീഗ്സ് ആണ്, അവിടുത്തെ ഒരു മെമ്പർ ഓഫ് ഫാക്കൽറ്റി ആണ്, ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ HOD ആണ്, സ്റ്റുഡൻസിന് ഒരു സർ ആണ്. അങ്ങനെ ഒരുപാട് റോൾസ് ആ പുള്ളിക്ക് എന്ത് ചെയ്യാനുണ്ട്, പെർഫോം ചെയ്യാനുണ്ട്. അപ്പൊ ഈ എല്ലാ റോൾസും ടുഗദർ ഇസ് നോൺ ആസ് റോൾ സെറ്റ്. ഓക്കെ, അത് കോയിൻ ചെയ്തത് ആരാണ്? റോബർട്ട് മെർട്ടൺ ആണ് റോൾ സെറ്റ് കോയിൻ ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഒരു അസേർഷൻ ആൻഡ് റീസൺ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പൊ വളരെ കോമൺ ആയിട്ട് നമ്മൾ പല എക്സാംസിന് കാണാറുണ്ട്. എസ്പെഷ്യലി UGC നെറ്റും ഇപ്പൊ CUT എൻട്രൻസ് പോലെയുള്ളതിനൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പൊ ഇത് ചിലപ്പോൾ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് നമുക്ക് തോന്നാം. ഇതൊന്ന് വായിച്ചേ. എന്താണ് അസേർഷൻ പറയുന്നത്? ദ സിറ്റുവേഷൻ ഇൻ വിച്ച് എ പേഴ്സൺ is faced with demands from 2 or more roles that do not match is called role conflict. സോ ഇതിന്റെ മീനിങ് എന്താണ്? ഒരു ആൾക്ക് അയാൾ പ്ലേ ചെയ്യേണ്ട 2 or അതിൽ കൂടുതലോ റോൾസിൽ നിന്ന് റോൾസ് എന്ത് ചെയ്യുന്നില്ല, മാച്ച് ചെയ്യുന്നില്ല. അപ്പൊ ഉണ്ടാകുന്ന ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ റോൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ എന്റെ റോൾസ് ഇപ്പം ആസ് എ ടീച്ചർ ആൻഡ് ആസ് എ ഡോട്ടർ, ഇത് രണ്ടും ഇപ്പൊ എന്റെ ഒരു റോൾ ആണെന്ന് വെക്കാം. ഈ 2 റോളും തമ്മിൽ എന്ത് ചെയ്യാണ്, കോൺട്രഡിക്ടറി ആവാണ് അല്ലെങ്കിൽ ഡിഫറെന്റ് ആവുകയാണ്. അപ്പൊ എനിക്ക് ഈ 2 റോളും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എനിക്ക് അവിടെ ഉണ്ടാകുന്നതാണ് റോൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് അതിന്റെ റീസൺ എന്തുകൊണ്ടെന്നാണ് പറയുന്നത്? റോൾ കോൺഫ്ലിക്റ്റ് ഇസ് നോട്ട് കോമൺ ഇൻ ട്രഡീഷണൽ സൊസൈറ്റീസ് വെയർ ഈച്ച് പേഴ്സൺ പ്ലേസ് എ ലിമിറ്റഡ് നമ്പർ ഓഫ് റോൾസ്. സോ റോൾ കോൺഫ്ലിക്റ്റ് ട്രഡീഷണൽ അല്ലെങ്കിൽ പ്രിമിറ്റീവ് ആയിട്ടുള്ള പഴയകാല സൊസൈറ്റീസിൽ അത് എന്തല്ല, വളരെ കോമൺ ആയിട്ട് കണ്ടുവന്നിരുന്ന ഒന്നല്ല. ബിക്കോസ് ആ സമയത്ത് ആൾക്കാർക്ക് വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് റോൾസ് മാത്രമേ പ്ലേ ചെയ്യാൻ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴത്തെ പോലെ ഒരാൾക്ക് ഒരുപാട് മൾട്ടിപ്പിൾ റോൾസ് ഇല്ല എന്നാണ് പറയുന്നത്. ഇതാണ് അസേർഷനും അതിന് ഉള്ളൊരു റീസണും. സോ ഇനി ഇതിന്റെ ആൻസർ ഏതാണ്? A is true but R is false. Assertion true ആണ്, reason false ആണ്. അല്ല, both A and R are true but R is a correct explanation of A. രണ്ടും ട്രൂ ആണ്. അതുപോലെ തന്നെ റീസൺ എന്ന് പറയുന്നത് അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. അസേർഷനായിട്ട് റിലേറ്റ് ചെയ്ത് തന്നിട്ടുള്ള കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ? നെക്സ്റ്റ് വൺ, A is false but R is true. അസേർഷൻ false ആണ് പക്ഷെ റീസൺ ട്രൂ ആണ്. നെക്സ്റ്റ് വൺ, both A and R are true but R is not the correct explanation of A. രണ്ടും ട്രൂ ആണ് പക്ഷേ റീസൺ എന്ന് പറയുന്നത് അസേർഷനായിട്ട് മാച്ച് ആവുന്നില്ല. അതിന്റെ ഒരു പ്രോപ്പർ റീസൺ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഈ 4-ൽ ഏതാണ് കറക്റ്റ് ആൻസർ? ഒന്നും കൂടി വായിക്കാതെ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നാം. കുറച്ച് ഒന്നുകൂടി വായിച്ചേ. ഇപ്പൊ അസേർഷനും മനസ്സിലായി, റീസണും മനസ്സിലായി അല്ലേ? ആ 2 സ്റ്റേറ്റ്മെന്റ്സിലും ഒന്നും ഡൗട്ട് ആയിട്ട് തോന്നുന്നില്ലല്ലോ? മനസ്സിലായി 2 സ്റ്റേറ്റ്മെന്റ്സും? മനസ്സിലായി. അപ്പൊ ഇനി അത് കമ്പയർ ചെയ്യൂ. ആ മുകളിൽ തന്നിരിക്കുന്ന ആ അസേർഷൻ എന്ന് പറയുന്നത് റോൾ കോൺഫ്ലിക്റ്റിന്റെ ഒരു ഡെഫിനിഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അതിന് കറക്റ്റ് ആയിട്ട് റോൾ കോൺഫ്ലിക്റ്റ് വരാനുള്ള കാരണം തന്നെയാണോ താഴെ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, റോൾ കോൺഫ്ലിക്റ്റ് അസേർഷനിൽ എന്താ പറയുന്നത്? റോൾ കോൺഫ്ലിക്റ്റിന്റെ ഡെഫിനിഷൻ ആണ് പറയുന്നത്. എന്താണ് റോൾ കോൺഫ്ലിക്റ്റ്? അതായത് ഒരാൾക്ക് 1 or അതിൽ കൂടുതലോ റോളുകൾ ഉണ്ടായിരിക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അൻസഫിനെ എടുക്കൂ. അൻസഫ് ഒരു സ്റ്റുഡന്റ് ആണ്, അൻസഫ് ഒരു സൺ ആണ്, അൻസഫ് ഒരു ബ്രദർ ആണ്, അൻസഫ് ഒരു ഫ്രണ്ട് ആണ്, അൻസഫ് ഓവറോൾ ഒരു സിറ്റിസൺ ആണ്. ഇങ്ങനെ പല 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 റോൾസ് ഉണ്ട് അൻസഫിനെ സൊസൈറ്റിയിൽ പ്ലേ ചെയ്യാനായിട്ട്. അപ്പം ഈ റോൾസ് എല്ലാം നമ്മൾ സ്മൂത്ത്ലി ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഏതെങ്കിലും ഒരു പോയിന്റ് എത്തുമ്പോൾ ചിലപ്പോൾ ഈ സ്റ്റുഡന്റ് എന്ന റോളും ഈ സൺ എന്ന റോളും തമ്മിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇന്റർഫിയർ ചെയ്യാം. അപ്പോൾ ഈ 2 റോളിൽ നിന്നുള്ള ഡിമാൻഡ്സും വരുമ്പോൾ ഈ 2 റോൾസും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയി മാറും.
അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ഈ രണ്ട് റോൾസും എന്താണ് കോൺട്രഡിക്ടറി ആയിട്ട് മാറും. ഈ രണ്ട് റോൾസും ചെയ്യാനായിട്ട് പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ റോൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ ഇതിൽ തന്നിരിക്കുന്നത്? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. അപ്പൊ ആ അസേർഷൻ ഇസ് ട്രൂ. സെക്കൻഡ് വൺ, റീസൺ എന്ന് പറഞ്ഞിരിക്കുന്നത് പണ്ടുള്ള കാലങ്ങളിൽ, അതായത് പ്രിമിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള സൊസൈറ്റികളിൽ റോൾ കോൺഫ്ലിക്റ്റ് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. കാരണം അന്ന് എന്താണ്, അന്നുള്ള ആൾക്കാർക്ക് ഒരുപാട് റോൾസ് ഒന്നും പ്ലേ ചെയ്യാൻ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. അത് ട്രൂ ആണോ ഫോൾസ് ആണോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ ഒരുപാട് റോൾസ് നമ്മൾ പ്ലേ ചെയ്യുന്നുണ്ട്. അത് അല്ലെങ്കിൽ പഴയകാല സ്ത്രീകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യില്ല, അവർ വർക്ക് ഒന്നും ചെയ്യുന്നുണ്ടാവില്ല, അവർ പ്രൊഫഷണൽസ് അല്ലായിരിക്കും, അവർ എന്തായിരിക്കും, അവർ ഹോം മേക്കേഴ്സ് മാത്രമായിരിക്കും. അപ്പൊ അവർക്ക് അതിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതിയായിരിക്കും. പക്ഷെ ഇപ്പൊ മോഡേൺ സൊസൈറ്റി എടുത്തു കഴിഞ്ഞാലോ നമ്മൾ സ്ത്രീകളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് ഒരു വർക്കിംഗ് വിമൻ ആണ്, പക്ഷെ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ നോക്കണം. ആസ് എ മദർ ആയിരിക്കും, ആസ് എ വൈഫ് ആയിരിക്കും, ആസ് എ ഡോട്ടർ ആയിരിക്കും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ പഴയ കാലങ്ങളെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി എന്താണ്, പുതിയ കാലങ്ങളിൽ റോൾസ് കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ റോൾ കോൺഫ്ലിക്റ്റും കൂടുതലുണ്ട്. അപ്പം പ്രിമിറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ ട്രഡീഷണൽ സൊസൈറ്റിയിൽ റോൾ കോൺഫ്ലിക്റ്റ് കുറവായിരുന്നു എന്ന് പറയുന്നതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ ഇത് രണ്ടും തമ്മിൽ ഒരു റിലേഷൻഷിപ്പും കാണുന്നില്ല. മുകളിൽ വെറുതെ റോൾ കോൺഫ്ലിക്റ്റിന്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. റീസൺ ആയിട്ട് റോൾ കോൺഫ്ലിക്റ്റ് പഴയ സൊസൈറ്റികളിൽ കുറവായിരുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. രണ്ടും ട്രൂ ആണ്, പക്ഷെ രണ്ടും തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല. ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ട് അതിനൊരു ബന്ധമില്ലാത്ത കാര്യമാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. മുകളിലും ട്രഡീഷണൽ സൊസൈറ്റിയെ കുറിച്ചോ മോഡേൺ സൊസൈറ്റിയെ കുറിച്ചോ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് പിന്നെയും അവിടെ റിലേറ്റ് ചെയ്യാം. പക്ഷെ ഇത് അതിന്റെ ഡെഫിനിഷൻ തന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ബന്ധമില്ലാണ്ട് വേറൊരു കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സോ രണ്ടും ട്രൂ ആണ്, പക്ഷെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. ഓക്കെ, സോ ഡി ആണ് ആൻസർ. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ, ബട്ട് ആർ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഓക്കെ, സോ റോൾ കോൺഫ്ലിക്റ്റിന്റെ എക്സാമ്പിൾ ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ, ഒരു സ്ത്രീ എടുത്തു കഴിഞ്ഞാൽ ആ സ്ത്രീ ഒരു പ്രൊഫഷണൽ ആണ്, മദർ ആണ്, വൈഫ് ആണ്, ഡോട്ടർ ആണ്, ഇതെല്ലാം ആണ്. പക്ഷെ ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ ചില സിറ്റുവേഷനിൽ നമുക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോ ഒരു പാരന്റിന്റെ റോളും ഒരു ജോബ് അല്ലെങ്കിൽ ഒരു വർക്കർ, ഒരു പ്രൊഫഷണലിന്റെ റോളും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. രണ്ടും തമ്മിൽ ഡിഫറെന്റ് എക്സ്പെക്ടേഷൻസ് ആയിരിക്കും. ചിലപ്പോൾ പെട്ടെന്ന് ഒരു വർക്ക് ചെയ്ത് തീർക്കുക, ഒരു ഡെഡ് ലൈൻ തീരുന്നതിന് മുന്നേ ഒരു വർക്ക് ചെയ്ത് തീർത്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും കുഞ്ഞിന് വയ്യാണ്ടാവുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകും. അപ്പോൾ ഈ വർക്കിന്റെ ഡെഡ് ലൈൻ എന്ത് ചെയ്യും, ഇത് തീരില്ല. അപ്പോൾ അവിടെ രണ്ട് ഡിമാൻഡ്സ് തമ്മിൽ എന്ത് ചെയ്യും, രണ്ട് റോൾസ് തമ്മിലുള്ള ഡിമാൻഡ്സ് തമ്മിൽ കോൺട്രഡിക്ടറി ആവുകയാണ്. അവിടെ ഒരു സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യും. അതിനാണ് നമ്മൾ റോൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ മാഡം. ഓക്കെ, സോ ആ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത് റോബർട്ട് കെ മർട്ടൺ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ ടേം റോൾ ഡിസ്റ്റൻസ്. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. സോ റോൾ ഡിസ്റ്റൻസ്, സോ ഈ പേരുകളെല്ലാം മാറിപ്പോവാണ്ട് നോക്കാം. റോൾ ഡിസ്റ്റൻസ്, റോൾ സെറ്റ്, റോൾ കോൺഫ്ലിക്റ്റ്, ഇങ്ങനെയുള്ള ടേംസ് ഒരുപാടുണ്ട്. ഇതൊക്കെ ഓരോ സോഷ്യോളജിസ്റ്റുകൾ കോയിൻ ചെയ്തതാണ്. സോ അത് കൺഫ്യൂസ്ഡ് ആവാണ്ട് മാറിപ്പോവാണ്ട് പഠിക്കുക. ഓക്കെ, സോ റോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ടേം ഞാൻ നോട്ട്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടേം ആരാണ് ഫസ്റ്റ് കോയിൻ ചെയ്തത്? ഇ ഗോഫ്മാൻ. അതെ, റോൾ ഡിസ്റ്റൻസ് കോയിൻ ചെയ്തത് ഇ ഗോഫ്മാൻ അല്ലെങ്കിൽ എർവിങ് ഗോഫ്മാൻ എന്ന സോഷ്യോളജിസ്റ്റ് ആണ്. ഓക്കെ, സോ എന്താണ് റോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്? റോൾ ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാള് ചെയ്യുന്ന ജോലിയിൽ നിന്ന് അയാളെ ഡിറ്റാച്ച് ചെയ്യാണ്, മാറിപ്പോവാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു സർജറി ചെയ്യുന്ന ഒരു സർജൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ ശ്രദ്ധിക്കാണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യാണ്ട് വേറെ പല കാര്യങ്ങളിലേക്കും പോവാണ്. അടുത്ത് നിൽക്കുന്ന ആൾക്കാരുമായിട്ട് തമാശ പറയുകയാണ്, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പോവാണ്, അങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്ക് പോകണം. അപ്പൊ നമ്മൾ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയി മാറിപ്പോകുന്നത്. ഇതൊരു ജസ്റ്റ് ഒരു ലെയിം എക്സാമ്പിൾ ആണ്. അല്ലാതെ നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ നമ്മൾ ഇൻട്രസ്റ്റ് തന്നെ നമ്മൾ ഈ എൻട്രൻസിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. ചിലപ്പോൾ ഒരു പോയിന്റിൽ നമുക്കത് എന്ത് ചെയ്യാം, നമുക്കത് ഇൻട്രസ്റ്റ് അല്ലാണ്ട് തോന്നാം. അപ്പൊ നമ്മൾ ആ ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ ഡിറ്റാച്ച് ആയി പോകും, അല്ലെ? അതിനെയാണ് റോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, when the balance between the material and non-material culture is disrupted by rapid social change, the material culture changes rapidly
and the non-material culture is left behind. This situation is called as. So, Culture lag. കൾച്ചറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കൾച്ചറിന് 2 ടൈപ്പ് ഉണ്ട്, മെറ്റീരിയൽ കൾച്ചറും നോൺ മെറ്റീരിയൽ കൾച്ചറും ഉണ്ട്. സോ ആ സമയത്ത് മെറ്റീരിയൽ കൾച്ചറും നോൺ മെറ്റീരിയൽ കൾച്ചറും ഡെവലപ്പ് ചെയ്യുമ്പോൾ യൂഷ്വലി മെറ്റീരിയൽ കൾച്ചർ പെട്ടെന്ന് ചേഞ്ച് ആവും. ഫോർ എക്സാമ്പിൾ, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വരുമ്പോൾ നമുക്ക് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് കാരണം പല ഗാഡ്ജറ്റ്സും നമ്മൾ പുതിയ കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നോൺ മെറ്റീരിയൽ കൾച്ചർ അതിനനുസരിച്ച് മാറുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പതിയാണ് മാറുന്നത്, അല്ലെ? അത് എന്ത് ചെയ്യുന്നുണ്ട്? അത് ലാഗ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കസ്റ്റംസും റിച്വൽസ്, ബിലീഫ്, ഇതൊക്കെയാണ് നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുന്നത്. അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ടെക്നോളജി അഡ്വാൻസ് ചെയ്യുന്നതിനോടൊപ്പം ഇത് ടെക്നോളജിക്കലി പോലെ എന്ത് ചെയ്യുന്നില്ല, റാപ്പിഡ്ലി ഇവോൾവ് ചെയ്യുന്നില്ല, പതിയെ മാറുന്നു. സോ ഇങ്ങനെ മെറ്റീരിയൽ കൾച്ചറും നോൺ മെറ്റീരിയൽ കൾച്ചറും തമ്മിലുള്ള ബാലൻസ് തെറ്റുന്നു. അവിടെ ഒരു തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടാവുന്നു കൾച്ചർ ഡെവലപ്പ് ചെയ്യുമ്പോൾ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കൾച്ചറൽ ലാഗ്, ആ കൺസെപ്റ്റ് ആരാണ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? വില്യം എഫ് ഒക്ബേൺ. വില്യം എഫ് ഒക്ബേൺ എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റ് ആണ് കൾച്ചറൽ ലാഗ് എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ കൺസെപ്റ്റ് ഓഫ് ലുക്കിംഗ് ഗ്ലാസ് സെൽഫ്. സോ ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് എന്ന് പറയുന്ന ഒരു തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ? നേരത്തെ നമ്മൾ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് തിയറി. അത് ആരാണ് ആ കൺസെപ്റ്റ് കൊണ്ടുവന്നത്? നമ്മളെ ജനറലൈസ്ഡ് അതർ, സിഗ്നിഫിക്കന്റ് അതർ എന്ന് പറയുന്ന തിയറി പറഞ്ഞു. അതിന്റെ കൂടെ തന്നെ നമ്മൾ അതിന്റെ താഴെ അടുത്തൊരു കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് തിയറി എന്ന് പറഞ്ഞിട്ട്. ആ ഒരു കൺസെപ്റ്റ് ആരായിരുന്നു കൊണ്ടുവന്നത്? സോ ഇങ്ങനെയുള്ള സോഷ്യോളജിസ്റ്റുകളുടെ പേര്, ഇങ്ങനെയുള്ള കൺസെപ്റ്റുകൾ, തിയറീസ്, ഇതൊന്നും മറക്കരുത് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. ഇപ്പൊ ഇത് ആകെ 2 മൊഡ്യൂൾസ് അല്ലേ പഠിച്ചുള്ളൂ. അത് ക്ലാസ് എടുത്ത അന്ന് നോക്കിയത് മാഡം. പിന്നെ അല്ല, നമ്മൾ എക്സാമിന് പോകുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതുപോലെ ഒരുമിച്ച് കാണുമ്പോൾ നമുക്കത് കൺഫ്യൂസിങ് ആയിട്ട് തോന്നും, ഏത് തിയറി ആണ് ആരുടെ ആണെന്നുള്ള. കാരണം പല ഇപ്പൊ ഓപ്ഷൻസ് തന്നെ നോക്കുമ്പോൾ നമുക്ക് മീഡിന്റെതും നമ്മൾ പഠിക്കുന്നുണ്ട്, ഗിഡിങ്സിന്റെതും നമ്മൾ പഠിക്കുന്നുണ്ട്, കൂലേഡതും പഠിക്കുന്നുണ്ട്, മാക്കിയവറുടെയും പഠിക്കുന്നുണ്ട്. ഈ 4 പേരും നമ്മൾ പല സ്ഥലങ്ങളിൽ പല രീതിയിൽ ഇവരുടെ തിയറീസ് ആയാലും ഇവർ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ 4 പേരുടെ പേര് നമുക്ക് ഫെമിലിയർ ആണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? കൺഫ്യൂഷൻ ആവും. ഓക്കെ, സോ അതുകൊണ്ട് ഇങ്ങനെയുള്ള കൺസെപ്റ്റ്സ് ഒക്കെ കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചു വെക്കാം. ഓക്കെ, സോ ഈ ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് എന്ന് പറയുന്ന തിയറി നമ്മൾ തിയറീസ് ഓഫ് സോഷ്യലൈസേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്ത തിയറിയാണ്. ഈ തിയറി പുട്ട് ഫോർവേഡ് ചെയ്തത് കൂലെയാണ്. ഓക്കെ, സോ CH കൂലെ അല്ലെങ്കിൽ ചാൾസ് ഹോർട്ടൺ കൂലെയാണ് ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് എന്ന് പറയുന്ന തിയറി എന്ത് ചെയ്തത്? കൊണ്ടുവന്നത്. അതായത് ഇത് തിയറി ഓഫ് സോഷ്യലൈസേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്തതിന്റെ കാരണം നമ്മൾ എങ്ങനെയാണ് മറ്റുള്ള ആൾക്കാരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത് നമുക്ക് ഒരു കാഴ്ചപ്പാടുണ്ടാവും. ആൻഡ് റിയലി നമ്മളെ അവരെങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതിന് ഒരു ഒരു റിയൽ ആയിട്ടുള്ള ഒരു ഇതും ഉണ്ടാവും. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ അൻസഫിനെ ഞാൻ എങ്ങനെ കാണുന്നു എന്നൊരു ഇമാജിനേഷൻ അൻസഫിന്റെ മനസ്സിലുണ്ടായിരിക്കും. റിയലി അൻസഫിനെ ഞാൻ എങ്ങനെ കാണുന്നു എന്നുള്ളതൊരു റിയാലിറ്റിയും ഉണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെയുള്ളതാണ്. ജസ്റ്റ് ആസ് ദ പിക്ചർ ഇൻ ദ മിറർ gives an image of the physical self, so the perception of others gives an image of the social self. This view is related to. അതായത് നമ്മളിപ്പം കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ഒരു സെൽഫിനെ കാണുന്നുണ്ട്. നമ്മളെ തന്നെ കാണുന്ന ഒരു സെൽഫ്. അത് കഴിഞ്ഞിട്ട് വേറൊരു സെൽഫ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? എന്താണ്? മീ. അത് മീഡിന്റെ തിയറിയിൽ വരുന്നതാണ്. ഞാൻ ഇവിടെ ജസ്റ്റ് റിലേറ്റ് ചെയ്ത് പറയുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അടുത്ത വേറൊരു സെൽഫ് ഉണ്ട്, അല്ലെ? മീ. അതായത് നമ്മളെ മറ്റുള്ള ആൾക്കാർ അല്ലെങ്കിൽ സൊസൈറ്റി നമ്മളെ കാണുന്ന വേറൊരു സെൽഫ് ഉണ്ട്. സോ ഇങ്ങനെയുള്ള ഈ മിററുമായിട്ട് എക്സാമ്പിൾ ആയിട്ടും ഇങ്ങനെ മറ്റുള്ളവരെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതിന് ഒരു ഇമാജിനേഷനും ഒരു റിയാലിറ്റിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞത് CH കൂലെയുടെ ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് എന്ന് പറയുന്ന തിയറിയാണ്. ലുക്കിംഗ് ഗ്ലാസ് സെൽഫ്. ഓക്കെ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഒരു ഇമാജിനേഷൻ ഉണ്ടായിരിക്കും, എന്നെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് എന്നുള്ളത് എനിക്കൊരു ഇമാജിനേഷൻ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് റിയാലിറ്റി ആയിട്ട്
നിങ്ങൾ എങ്ങനെയാണ് എന്നെ കാണുന്നത് എന്നുള്ളതിനൊരു റിയാലിറ്റിയും ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് ട്രൂ? സോ അതും ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് തിയറിയെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് ഇത് ഇമ്പോർട്ടന്റ് ആണ്. ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് തിയറി ഒന്നുകൂടെ വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ഞാൻ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് തിയറിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു തിയറിയിൽ വരുന്ന ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ട്രൂ? സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാം. വായിക്കുമ്പോൾ നമുക്ക് എല്ലാം കറക്റ്റ് ആയിട്ട് തോന്നും, ചിലപ്പോൾ നമുക്ക് ഒന്നും കറക്റ്റ് അല്ല എന്ന് തോന്നും. ഇങ്ങനെ ഒരു കുറെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ, അതുപോലെ ഇതിൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാനായിട്ട് ചിലപ്പോൾ AB ട്രൂ അല്ലെങ്കിൽ AB ഫോൾസ് അങ്ങനെയൊക്കെ ഉള്ള രീതിയിലും നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാനായിട്ട് നോക്കും. സോ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു തിയറി അല്ലെങ്കിൽ ഈ ഒരു വേർഡ് ഒക്കെ നമ്മൾ ആ ഡെഫിനിഷൻ ഒക്കെ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ അസേർഷൻ, റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഇതുപോലെ സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് ട്രൂ ഫോൾസ്, ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, സോ ആ തിയറി, മീഡിന്റെ തിയറിയും കൂലയുടെ തിയറിയും ഇന്ന് തന്നെ പോയിട്ട് ഒന്നുകൂടി നോക്കണം കേട്ടോ. ഓക്കെ, സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് ട്രൂ? The looking glass self which the individual perceives may differ from the image others have actually formed. ആ സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത്? നമ്മളിപ്പോ ഒരുപാട് തവണ പറഞ്ഞ കാര്യം തന്നെയാണ് അല്ലെ. ഇപ്പൊ നിങ്ങൾ എന്നെ എങ്ങനെ കാണുന്നു എന്നുള്ള ഞാൻ വിചാരിക്കുന്ന അതേ രീതിയിൽ തന്നെയാണോ നിങ്ങൾ എന്നെ കാണുന്നത്? ആയിരിക്കില്ല. അത് ഉറപ്പായിട്ടും ഡിഫറൻസ് ഉണ്ടാവില്ലേ? ഉണ്ടാവും. എന്നെ കുറിച്ച് നിങ്ങൾക്കുള്ള ഒരു ഇമേജ്, നിങ്ങൾ എന്നെ കാണുന്ന രീതി, അത് അപ്പിയറൻസിലായിരിക്കാം, അപ്പിയറൻസിലും ആയാലും അല്ലെങ്കിൽ എന്റെ ക്യാരക്ടർ ആണെങ്കിലും അല്ലെങ്കിൽ എന്റെ പേഴ്സണാലിറ്റി ആണെങ്കിലും നിങ്ങൾ എന്നെ കാണുന്ന രീതി ഞാൻ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല. അത് ഉറപ്പായിട്ടും എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. സോ ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ? ട്രൂ ആണ്. ട്രൂ ആണ്. സെക്കൻഡ് വൺ, സജഷൻ ഇസ് ഡിവോയിഡ് ഓഫ് റാഷണൽ പെർസുവേഷൻ. ഇത് ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല, നമ്മുടെ തിയറിയിൽ ഞാൻ നോട്ടിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഇതുവരെ ഇത് പറയേണ്ടി വന്നിട്ടില്ല ഈ ഒരു പോയിന്റ്. ഓക്കെ, സോ അതെന്താണ് ഉദ്ദേശിക്കുന്നത്? സജഷൻ ഇസ് ഡിവോയിഡ് ഓഫ് റാഷണൽ പെർസുവേഷൻ. അതായത് നമ്മളെ കുറിച്ച് ഒരു സജഷൻ ഉണ്ടാക്കുന്നത് എന്താണ്? റാഷണലി അല്ലെങ്കിൽ ലോജിക്കലി ഒന്നുമല്ല. ഞാൻ എന്നെ കുറിച്ച് ഒരു കണക്ക് കൂട്ടൽ ഉണ്ടാക്കുന്നത്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയൊക്കെ ആണ് എന്ന് ഞാൻ എന്നെ കുറിച്ച് ഒരു കണക്ക് കൂട്ടൽ ഉണ്ടാക്കുന്നത് ലോജിക്കലി ഒന്നും ആയിരിക്കില്ല അല്ലെ. കാരണം എന്താണ്? നമുക്ക് എല്ലാവർക്കും സ്വയം ഇഷ്ടമാണ്. ഇപ്പൊ എനിക്ക് എന്നെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്നെ കുറിച്ച് പല കാര്യങ്ങളും പറയും. അതെല്ലാം റാഷണൽ ആയിരിക്കില്ല അല്ലെങ്കിൽ ലോജിക്കൽ ആയിരിക്കില്ല. അപ്പൊ അത് ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് തിയറി ആയിട്ട് റിലേറ്റഡ് ആണോ? റിലേറ്റഡ് ആണ്. കാരണം എന്താണ്? കാരണം നമ്മൾ നമ്മളെ തന്നെ കുറിച്ച് കാണുന്നത്, അതെ, അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നുമില്ല, പക്ഷെ അത് ലോജിക്കൽ ആയിരിക്കില്ല. കാരണം മിക്കവാറും നമ്മളെ കുറിച്ച് നല്ലത് മാത്രമല്ലേ പറയാറുള്ളൂ. അത് ലോജിക്കൽ ആയിട്ടുള്ള കാരണങ്ങളൊന്നും ഉണ്ടതായിരിക്കില്ല. ഓക്കെ, സോ അപ്പൊ ആ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ട്രൂ ആണ്. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടിയല്ലേ? കാരണം ഡി ആണ്. കാരണം ഡിയിൽ മാത്രമേ ബോത്ത് എ ആൻഡ് ബി കറക്റ്റ് എന്നുള്ളൂ. അപ്പോ സിക്ക് ഉള്ള ഒരു വേറൊരു സ്പേസ് അവിടെ ഇല്ല, ഓപ്ഷൻ ഇല്ല. സോ സി ഒബിയസ്ലി ഫോൾസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് തിയറിയെ കുറിച്ച് ട്രൂ ആയിട്ടുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ്, എയും ബിയും. സോ ആൻസർ ഡി ആണ്. ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ്. ഓക്കെ, സോ ഞാനിവിടെ ജസ്റ്റ് അതിന്റെ ഒരു ഫീച്ചേഴ്സ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇത് നിങ്ങൾ ഇത് റെക്കോർഡ് ചെയ്യുന്നതാണ്. ഇത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് നോട്ട്സിൽ തന്നിട്ടുള്ളതാണ്. കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കൂലയുടെ ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് തിയറി അതിൽ തന്നിട്ടുള്ളതാണ്. ഒന്നുകൂടെ വായിച്ച് നോക്കിയാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് തിയറി ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറീസ് ആണ്. അതുപോലെ തന്നെ മീഡിന്റെ ജനറലൈസ്ഡ് അതർ, സിഗ്നിഫിക്കന്റ് അതർ, ആ തിയറീസ് കേട്ടോ. സോ ഇത് രണ്ടും നോക്കിയിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാൽ മതി. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. A dash is a collection of individuals, two or more, interacting with each other, who have some common objects of attention and participate in similar activities. So ഒരു കളക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്, രണ്ടോ അതിൽ കൂടുതലോ ഉള്ള ഇൻഡിവിജ്വൽസിന്റെ ഒരു കളക്ഷൻ ആണ്. അവർ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, അവരുടെ
ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സെയിം ആണ്. അതുകൊണ്ട് തന്നെ അവരെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസും സിമിലർ ആണ്. ഈ ഒരു കളക്ഷനെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കുന്നത്? കമ്മ്യൂണിറ്റി എന്നാണോ, സോഷ്യൽ ഗ്രൂപ്പ് എന്നാണോ, ഓർഗനൈസേഷൻ എന്നാണോ, അഗ്രിഗേറ്റ് എന്നാണോ? എന്താണ് ആൻസർ? സോഷ്യൽ ഗ്രൂപ്പ്. സോഷ്യൽ ഗ്രൂപ്പ് ആണ് അല്ലെ. കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അവിടെ കോമൺ ഒബ്ജക്റ്റീവ് ഒന്നും ഇല്ല അല്ലെ. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ തന്നെയാണ്, ഒരു ടെറിട്ടറിക്കകത്ത് താമസിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. പക്ഷെ അവർക്ക് കോമൺ ഒബ്ജക്റ്റീവ് ആണോ, അല്ലെങ്കിൽ അവരെല്ലാവരും ഒരേ ആക്ടിവിറ്റീസിലാണോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? അല്ല. സോ അപ്പോ കമ്മ്യൂണിറ്റി അല്ല. ദെൻ ഒരു ഓർഗനൈസേഷൻ നമ്മൾ ഫോം ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരേ ഒബ്ജക്റ്റീവ്സ് ഒന്നും ചിലപ്പോ ഉണ്ടാവില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു പ്ലാന്റ് കൺസർവേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കുകയാണ്. പക്ഷെ എല്ലാ ആൾക്കാർക്കും ഒരേ സിമിലർ ആയിട്ടുള്ള ഒരു മോട്ടീവ് തന്നെ ഉണ്ടാവണം, അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ മാത്രമേ അവർ പങ്കെടുക്കാൻ പാടുള്ളൂ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അഗ്രിഗേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒരു കളക്ഷൻ എന്ന് പറയുന്ന ഒരു വേർഡിന്റെ സിനോണിമാണ്. ഓക്കെ. അപ്പൊ സോഷ്യൽ ഗ്രൂപ്പ് ആണ് ഒരു കോമൺ ഒബ്ജക്റ്റീവ് ആയിട്ട്, ഒരു കോമൺ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി സിമിലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലെല്ലാം കൂടി, അതായത് അവര് സ്വമേധയാ വന്ന് ചേരുന്നതാണ്. എല്ലാ ഓർഗനൈസേഷൻസിലും സ്വമേധയാ ആൾക്കാർ ചേരുന്നതല്ല, ഇൻവോളണ്ടറിലി ആയിട്ട് ആൾക്കാരെ ഫോഴ്സ് ചെയ്തും ചില ഓർഗനൈസേഷൻസിന്റെ ഭാഗമാക്കാറുണ്ട്. പക്ഷെ സോഷ്യൽ ഗ്രൂപ്പിൽ ആൾക്കാർ എന്ത് ചെയ്യാണ്? വോളണ്ടിയർലി വന്ന് അംഗമാവുന്നതാണ്. അതായത് അവർക്ക് ആ ഒരു കോമൺ ഒബ്ജക്റ്റീവ് നേടിയെടുക്കണം. അതുകൊണ്ട് തന്നെ അവര് എല്ലാവരും ഒരേ ആക്ടിവിറ്റീസിൽ പങ്കെടുത്ത് അങ്ങനെയുള്ള 2 or more ആൾക്കാരുടെ ഒരു കളക്ഷനെയാണ് നമ്മൾ സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എന്താണ് സോഷ്യൽ ഗ്രൂപ്പിന്റെ എക്സാമ്പിൾ എന്താണ്? ഒരു ഫസ്റ്റ് നമ്മൾ മനസ്സിൽ വരുന്ന ആദ്യം പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും ആദ്യമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സോഷ്യൽ ഗ്രൂപ്പ് എന്താണ്? ഫാമിലി. അതെ, ഫാമിലി തന്നെയാണ് നമ്മൾ എല്ലാവരും ഫസ്റ്റ് കാണുന്ന ഒരു സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതൊട്ടും തന്നെ ഫോർമൽ അല്ല അല്ലെ, ഇൻഫോർമൽ ആണ്. ഓർഗനൈസേഷൻ ഒക്കെ ആണെങ്കിൽ ഫോർമൽ ആണ്. ഓക്കെ. ഫാമിലി എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഗ്രൂപ്പ് ആണ്. ഇപ്പൊ നമ്മള് ഫാമിലിയിൽ ഒരു 4-5 മെമ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെല്ലാവരും ആ ഫാമിലിയുടെ ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, ഫുൾ ആയിട്ടുള്ള സമാധാനത്തിനും ഫുൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് ഒരുമിച്ച് നിന്നിട്ടായിരിക്കും അല്ലെ. ഓക്കെ. സോ ഇതാണ് സോഷ്യൽ ഗ്രൂപ്പ്. Next one, a person is a school teacher, he is vice principal, member of a local club and president of the village panchayat. All these positions together constitute his. So അയാൾ ഒരു സ്കൂൾ ടീച്ചർ ആണ്, ഒരു അധ്യാപകനാണ്, ഒരു വൈസ് പ്രിൻസിപ്പൽ ആണ്, ലോക്കൽ ക്ലബിന്റെ മെമ്പർ ആണ്, വില്ലേജ് പഞ്ചായത്ത് പ്രസിഡന്റും ആണ്. അപ്പോ 4 പൊസിഷൻസ് ആയി. ഈ 4 പൊസിഷൻസ് എല്ലാം കൂടെ ചേർന്ന് വരുന്നത് എന്താണ് നമ്മൾ അതിന്റെ ഒരു ടേം വിളിക്കുന്നത്? സ്റ്റാറ്റസ് സീക്വൻസ്. സ്റ്റാറ്റസ് സീക്വൻസോ? അതെന്താ സ്റ്റാറ്റസ് സീക്വൻസ് പറഞ്ഞ? അല്ല, സ്റ്റാറ്റസ് സെറ്റ് ആണല്ലോ. സ്റ്റാറ്റസ് ഒന്നുകൂടി പറയൂ. സ്റ്റാറ്റസ് സെറ്റ്. അതെ. അതായത് ഇപ്പം ഈ 4 അയാളുടെ എന്താണ്? സ്റ്റേറ്റസ് ആണ്, അയാളുടെ റോൾ അല്ല. കാരണം 4 ഡിഫറെന്റ് അല്ലേ. ഇപ്പൊ അയാൾ ഒരു സ്കൂൾ ടീച്ചർ ആണ്, സ്കൂൾ ടീച്ചറിന്റെ താഴെ അയാൾ ഒരു ഫാദർ ആണ്, അയാൾ ഒരു ഹസ്ബൻഡ് ആണ്, അയാൾ ഒരു സൺ ആണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ റോളുകളാണ്. പക്ഷെ ഇത് 4 അദ്ദേഹത്തിന്റെ സ്റ്റേറ്റസ് ആണ്, ആ സൊസൈറ്റിയിൽ അദ്ദേഹം എൻജോയ് ചെയ്യുന്ന പൊസിഷൻസ് ആണ്. അപ്പൊ ഇത് സ്കൂൾ ടീച്ചർ എന്ന് പറയുന്നത് ഒരു പൊസിഷൻ, അത് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റസ് ആണ്. പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്നത് ആളുടെ ഒരു സ്റ്റേറ്റസ് ആണ്, അല്ലെങ്കിൽ അയാളുടെ ഒരു പൊസിഷൻ ആണ്. സോ ഇങ്ങനെയുള്ള പല പല സ്റ്റേറ്റസുകൾ ഒരുമിച്ച് കൂടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റേറ്റസ് സെറ്റ്. അതിന്റെ ആ ഒരു ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ. സ്റ്റാറ്റസ് സീക്വൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? കൺഫ്യൂസിംഗ് ആയിട്ട് അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു അല്ലേ? അത് കൺഫ്യൂസിംഗ് ആയിരുന്നോ? ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത്? ഓക്കെ. സ്റ്റേറ്റസ് സീക്വൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റേറ്റസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന, അതായത് റിലേറ്റഡ് ആയിരിക്കില്ല, പക്ഷെ മാറിക്കൊണ്ടിരിക്കും. അതായത് ടൈം അനുസരിച്ച് നമ്മുടെ ഓരോരോ സ്റ്റേറ്റസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഈ ആൾ ഒരു സ്കൂൾ ടീച്ചറാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ ആള് റിട്ടയർഡ് ആവും. റിട്ടയർഡ് ആവുമ്പോൾ ആളുടെ ആ ഒരു സ്കൂൾ ടീച്ചർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റസ് മാറി.
പിന്നെ ചിലപ്പോൾ റിട്ടയർ ആകുമ്പോൾ പുള്ളി എന്ത് ചെയ്യും, വേറെ ഏതെങ്കിലും ഒരു NGOയുടെ പാർട്ടായിട്ട് വല്ലതും വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പൊ ആൾ ആ NGOയുടെ പാർട്ടായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ അയാളുടെ സ്റ്റേറ്റസ് എന്താണ്? ഒരു സ്കൂൾ ടീച്ചർ അല്ല, ഒരു NGOയുടെ വോളണ്ടിയർ ആണ്. ഓക്കെ. പിന്നെ വേറൊരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതിൽ തന്നെ നമുക്കിപ്പോ ഈ സ്കൂൾ ടീച്ചർ ആയിരുന്ന ഒരാള് വൈസ് പ്രിൻസിപ്പൽ നേരെ പ്രിൻസിപ്പളായി, പിന്നെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷനായി, അങ്ങനെയുള്ള ആ ഒരു സീക്വൻസിൽ പോകുന്നതിനെ വേണമെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, സ്റ്റേറ്റസ് സീക്വൻസ് എന്ന് പറയാം. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ കോളേജിലൊക്കെ ലെക്ചറർ ആയിട്ട് കയറുന്നു, അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് കയറുന്നു, കുറച്ച് വർഷം കഴിയുമ്പോൾ അസോസിയേറ്റ് ആവുന്നു, കുറച്ച് വർഷം കഴിയുമ്പോൾ പ്രൊഫസർ ആവുന്നു, പിന്നെ HOD ആവുന്നു, പിന്നെ വൈസ് പ്രിൻസിപ്പൽ ആവുന്നു, പിന്നെ പ്രിൻസിപ്പൽ ആകുന്നു. അപ്പം അവിടെ എന്ത് ചെയ്യാണ്, അയാളുടെ സ്റ്റേറ്റസ് ഉയർന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു സീക്വൻസിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഉയരുന്നത് മാത്രമല്ല താഴുന്നതും നമുക്ക് പറയാം. ഓക്കെ, അതിനെയാണ് നമ്മൾ സ്റ്റേറ്റസ് സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ മാഡം. ഇനി എന്തെങ്കിലും വായിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ. Okay. So next question. Who has given a structural theory of role conflict? So role conflict എന്താണ് എന്നുള്ളത് നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു. അപ്പൊ ഈ റോൾ കോൺഫ്ലിക്റ്റിന്റെ കൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ്? RK Merton. RK മെർട്ടനോ റോബർട്ട് കെ മെർട്ടൻ ആണ് റോൾ കോൺഫ്ലിക്റ്റിന്റെ മെർട്ടൻ ആണ് റോൾ കോൺഫ്ലിക്റ്റിന്റെ കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഓക്കെ. Next one, who has considered that social structure is made up through the internal structure of roles? So ഈ ഒരു പോയിന്റ് എനിക്ക് തോന്നുന്നു നമ്മൾ നോട്ട്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലായിരുന്നു. റോൾസിന്റെ ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് റോൾസ് ആണ് നമ്മുടെ ഒരു സൊസൈറ്റിയുടെ സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത് SF നടേൽ എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റ് പറഞ്ഞതാണ്. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതായത് നമുക്കൊരു സൊസൈറ്റിക്ക് ഒരു സ്ട്രക്ചർ ഉണ്ടെന്ന് നമ്മൾ ബേസിക് കൺസെപ്റ്റ്സ് ഇൻ സോഷ്യോളജി നമ്മൾ പഠിച്ചായിരുന്നു. സൊസൈറ്റിക്ക് ഒരു സ്ട്രക്ചർ ഉണ്ട് അല്ലെ? ആ സൊസൈറ്റിയുടെ സ്ട്രക്ചറിന്റെ അകത്ത് ഒരുപാട് പാർട്സ് ഉണ്ട്, ഒരുപാട് റോൾസ് ഉണ്ട്, ഒരുപാട് സ്റ്റേറ്റസുകൾ ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാം കൂടി ഒരുമിച്ച് കൂടുന്നതാണ് ഒരു സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോ ഈ സൊസൈറ്റിയുടെ സോഷ്യൽ സ്ട്രക്ചർ മേക്കപ്പ് ചെയ്തിരിക്കുന്നത് ഈ റോൾസ് ആണ്. ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് റോൾസ് ആണ് സൊസൈറ്റിയുടെ സ്ട്രക്ചർ മേക്കപ്പ് ചെയ്തിരിക്കുന്നത് എന്നാണ് SF നടേൽ എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റ് പറഞ്ഞത്. ആൻഡ് SF നടേലിന്റെ ബുക്കാണ് ദ തിയറി ഓഫ് സോഷ്യൽ സ്ട്രക്ചർ. ഓക്കെ, സോ അതും ഇമ്പോർട്ടന്റ് ആണ്. ദ തിയറി ഓഫ് സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ബുക്ക് SF നടേലിന്റെ ആണ്. ഓക്കെ, സോ ഇത് ജസ്റ്റ് ഒന്ന് നോക്കിക്കോളാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഞാനത് ആ ഒരു നോട്ട്സിൽ ഇൻക്ലൂഡഡ് അല്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ. Next question, the classification of social groups into monad, dyad and triad is attributed to. So social groups in പല ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പഠിച്ചു അല്ലെ? ഒരു പ്രൈമറി ഗ്രൂപ്പ് ഉണ്ട്, സെക്കൻഡറി ഗ്രൂപ്പ് ഉണ്ട്, ഇൻ ഗ്രൂപ്പ് ഉണ്ട്, ഔട്ട് ഗ്രൂപ്പ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സോഷ്യൽ ഗ്രൂപ്പ്സിന്റെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അങ്ങനെ സോഷ്യൽ ഗ്രൂപ്പ്സിനെ മൊണാഡ് എന്നും ഡയാഡ് എന്നും ട്രയാഡ് എന്നും ക്ലാസിഫൈ ചെയ്തത് ആരാണ്? സൊറോക്കിൻ ആണോ, സിമ്മൽ ആണോ, സംനർ ആണോ, ഹെയ്സൻ ആണോ? അത് നോക്കിയ ഓർമ്മയില്ല മാഡം. ഓക്കെ, സോ ജോർജ് സിമ്മൽ ആണ് സോഷ്യൽ ഗ്രൂപ്പ്സിനെ മൊണാഡ് എന്നും ഡയാഡ് എന്നും ട്രയാഡ് എന്നും ഉള്ള ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. ഓക്കെ, മൊണാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന്, ഡയാഡ് എന്ന് പറഞ്ഞാൽ 2 പീപ്പിളിന്റെ ഗ്രൂപ്പ്, ട്രയാഡ് എന്ന് പറഞ്ഞാൽ 3 പീപ്പിളിന്റെ ഗ്രൂപ്പ്. ആ ഒരു പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം 1, 2, 3 ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് നമ്മൾ സോഷ്യൽ ഗ്രൂപ്പിലെ അങ്ങനെ ആൾക്കാരുടെ എണ്ണം അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്തത്, ജോർജ് സിമ്മൽ ക്ലാസിഫൈ ചെയ്തത്. ഓക്കെ. നെക്സ്റ്റ് വൺ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ഇൻകറക്റ്റ് മാച്ച്? ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള മാച്ച്? സംനർ ആണോ ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്? ആണോ? ഇത് ക്ലിയർ ആണ്. ആരാണ്? സംനർ ആണോ കൊണ്ടുവന്നത് ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ് ക്ലാസിഫിക്കേഷൻ? അതെ, സംനർ ആണ്. ഓക്കെ. മീഡ് ആണോ സിഗ്നിഫിക്കന്റ് അതേഴ്സ് എന്ന ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്? ഗിഡിങ്സ് പ്രൈമറി ആൻഡ് സെക്കൻഡറി. അപ്പോ മീഡ് ആണ് റോങ് മാഡം. മീഡ് റോങ് ആണോ? അതെന്താ മീഡ് റോങ്? കൂലെ ക്ലിയർ ആണ്.
ഓക്കെ പിന്നെ സംനർ ക്ലിയർ ആണ് മാഡം. ഓക്കെ ബാക്കി രണ്ടുമാണ് കൺഫ്യൂഷൻ. അതെ അതെ. മീയുടെ സിഗ്നിഫിക്കന്റ് അതേഴ്സ് നമ്മൾ ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞില്ലേ ജനറലൈസ്ഡ് അതേഴ്സും സിഗ്നിഫിക്കന്റ് അതേഴ്സും ആരാ കൊണ്ടുവന്നേ? മീഡല്ലേ കൊണ്ടുവന്നേ. അപ്പൊ അതന്നെ. ഐ, മീ, ജനറലൈസ്ഡ് അതേഴ്സ്, സിഗ്നിഫിക്കന്റ് അതേഴ്സ് ഇതൊക്കെ ആരാ കൊണ്ടുവന്നത്? മീഡാണോ കൊണ്ടുവന്നത്. അപ്പൊ ഇതിൽ ഇൻകറക്റ്റ് ഏതാണ്? ഒരു മിനിറ്റ് മാഡം. അറിയില്ലേ? ഇതിൽ ഇൻകറക്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. ഗിഡിങ്സ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഗ്രൂപ്പ്സ് കൊണ്ടുവന്നത് ഗിഡിങ്സ് അല്ല. ഓക്കെ, സോ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഗ്രൂപ്പ്സ് കൊണ്ടുവന്നത് സൊറോക്കിനാണ്. ഓക്കെ, സൊറോക്കിനാണ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഗ്രൂപ്പ്സ് കൊണ്ടുവന്നത്, ഗിഡിങ്സ് അല്ല. അതാണ് ഇതിലെ റോങ് ആയിട്ടുള്ള മാച്ച്. സംനർ തന്നെയാണ് ഇൻ ഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പ് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. മീഡ് തന്നെയാണ് സിഗ്നിഫിക്കന്റ് അതേഴ്സും ജനറലൈസ്ഡ് അതേഴ്സും ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. കൂലെ തന്നെയാണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ്സ് കൊണ്ടുവന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ സോറി anticipatory socialization takes place due to which of the following? So anticipatory socialization ഇങ്ങനെ ഒരു വേർഡ് കേട്ടിട്ടില്ലേ? ആന്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ കേട്ടിട്ടുണ്ട്. സോ ആന്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ എപ്പോഴാണ് നടക്കുന്നത്, അല്ലെങ്കിൽ എന്തിനെ വെച്ചിട്ടാണ് ആന്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ നടക്കുന്നത്? ഫാമിലിനെ കണ്ടിട്ടാണോ? ഫാമിലിയുടെ ബിഹേവിയർ കണ്ടിട്ടാണോ നമ്മൾ പഠിക്കുന്നത്? അല്ലെങ്കിൽ സ്കൂളിൽ നിന്നാണോ നമുക്ക് ആ സോഷ്യലൈസേഷൻ നമ്മൾ കിട്ടുന്നത്? അല്ലെങ്കിൽ പ്ലേ ഗ്രൂപ്പിൽ നിന്നാണോ കിട്ടുന്നത്? അല്ലെങ്കിൽ റെഫറൻസ് ഗ്രൂപ്പിൽ നിന്നാണോ നമുക്ക് അങ്ങനെ ഒരു ബിഹേവിയർ കിട്ടുന്നത്? ഏത് ഗ്രൂപ്പിനെയാണ് നമ്മൾ, ഏത് ഗ്രൂപ്പിന്റെ ഭാഗമാകുമ്പോഴാണ് ആ ബിഹേവിയർ നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്? അതിനെയാണ് നമ്മൾ ആന്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ ആൻസർ? ഫാമിലി ബിഹേവിയർ. ഫാമിലി എന്നാണോ നമ്മൾ ആന്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ? ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓർമ്മ എന്തോ ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് റെഫറൻസ് ഗ്രൂപ്പ് ബിഹേവിയർ ആണ്. അതായത് ആന്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ഒന്നും കിട്ടുന്ന സോഷ്യലൈസേഷൻ അല്ല. നമ്മൾ വളർന്ന് വലുതായി നമ്മൾ അഡൽട്സ് ആയിട്ട് മാറി. അഡൽട്സ് ആയിട്ട് മാറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ജോലിക്കൊക്കെ പോകും അല്ലെ, നമ്മൾ ജോബിനൊക്കെ പോകും. സോ നമ്മൾ ജോബിനൊക്കെ പോകുമ്പോൾ നമ്മൾ പല പല ഗ്രൂപ്പ്സിനെ കാണും, പല പല ആൾക്കാരെ കാണും. അവരെയൊക്കെ നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ജോലിക്ക് കയറുമ്പോൾ നമ്മൾ അവിടുത്തെ ഒരു ബോസിനെ കണ്ടിട്ട് അവരുടെ പഞ്ച്വാലിറ്റി, ഓണസ്റ്റി, അവരുടെ വർക്കിലുള്ള ഡെഡിക്കേഷൻ, ആ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള നേച്ചർ ഒക്കെ നമ്മൾ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് അവരെ ഒരു റെഫറൻസ് ഗ്രൂപ്പ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവരെ പോലെ ആവണം എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ പല ശീലങ്ങളും മാറ്റി വെച്ചിട്ട് ആ ആളുടെ, ആ ബോസിന്റെ ശീലങ്ങൾ നമ്മൾ കണ്ട് പഠിക്കാനായിട്ട് നോക്കും. അപ്പൊ നമ്മൾ അവിടെ എന്താണ് ചെയ്യുന്നത്? ആ ബോസിനെ നമ്മൾ റെഫറൻസ് ആയിട്ട് വെച്ചിട്ട് ആ ബോസിന്റെ ബിഹേവിയർ നമ്മൾ എന്ത് ചെയ്യാണ്? പഠിക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് ആന്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഫ്യൂച്ചറിൽ നമ്മൾ അതുപോലെ ആവും, ആന്റിസിപ്പേറ്റ് ചെയ്യാണ്, ഫ്യൂച്ചറിൽ അതുപോലെ ആവും. ഓക്കെ, സോ അത് റെഫറൻസ് ഗ്രൂപ്പ് ബിഹേവിയറുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. നമുക്ക് ഫാമിലിയിൽ നിന്ന് കിട്ടുന്നതൊക്കെ ആദ്യം നമ്മൾ ചൈൽഡ്ഹുഡിലൊക്കെ കിട്ടുന്നതാണ് നമുക്ക് ഫാമിലിയിൽ നിന്ന് കിട്ടുന്നത്. സ്കൂളിൽ കിട്ടുന്നത് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ നമുക്ക് അങ്ങനെ കിട്ടുന്നതാണ് സ്കൂളിൽ നിന്നുള്ള ബിഹേവിയർ എന്ന് പറഞ്ഞാൽ. പ്ലേ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുതിലെ ചൈൽഡ്ഹുഡിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് ആൾക്കാരുമായിട്ടുള്ള പ്ലേയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നത്. പക്ഷെ റെഫറൻസ് ഗ്രൂപ്പ് ബിഹേവിയർ ആണ് നമ്മളെ ആന്റിസിപ്പേറ്ററി സോഷ്യലൈസേഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ഫ്യൂച്ചറിൽ നമ്മൾ ഇങ്ങനെ ആവും, ഫ്യൂച്ചറിൽ നമുക്ക് ഇങ്ങനെ നല്ല രീതിക്കുള്ള ബിഹേവിയേഴ്സ് വേണം എന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോഴത്തെ നമ്മുടെ ബിഹേവിയർ ഒക്കെ നമ്മുടെ സൈഡ് ബിഹേവിയേഴ്സ് മാറ്റി വെച്ചിട്ട് വേറൊരാളെ റെഫറൻസ് ആയിട്ട് എടുത്ത് നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയുള്ള നല്ല ബിഹേവിയേഴ്സ് നമ്മൾ ഫോളോ ചെയ്യും. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ, നെക്സ്റ്റ് വൺ. The process involved in becoming an adult social being with focus on childhood is called. So ചെറുതിലേ നമ്മളെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ച് നല്ലൊരു അഡൾട്ട് ആക്കി മാറ്റണം, നല്ലൊരു മുതിർന്ന പൗരനാക്കി മാറ്റണം, ഒരു ബെറ്റർ അഡൾട്ട് സിറ്റിസൺ ആയിട്ട് മാറ്റണം എന്ന് തുടങ്ങി നമ്മളെ സോഷ്യലൈസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ നമ്മൾ എന്താണ് പറയുന്നത്? ചെറുതിലേ നമുക്ക് കിട്ടുന്ന സോഷ്യലൈസേഷൻ പ്രൈമറി. അതെ, ആദ്യമായിട്ട് നമുക്ക് കിട്ടുന്ന സോഷ്യലൈസേഷൻ ആണ് പ്രൈമറി സോഷ്യലൈസേഷൻ. നമ്മുടെ ഇൻഫൻസി മുതൽ, നമ്മുടെ ചൈൽഡ്ഹുഡ് മുതൽ നമുക്ക്
കിട്ടി. അത് ആണ് നമ്മളെ അഡൾട്ട് ആക്കി മാറ്റാനായിട്ട് ഷേപ്പ് ചെയ്യുന്നത്. സോ അതാണ് പ്രൈമറി സോഷ്യലൈസേഷൻ. Next one, a teacher in carrying out his duties has to respond to the expectations of his colleagues, students, and guardians of the students. These people constitute for the teachers. So, ഒരു ടീച്ചർ എന്ന് പറയുന്നത് അവരുടെ ചുറ്റുമുള്ള കൊളീഗ്സ്, ബാക്കിയുള്ള ടീച്ചേഴ്സിന്റെ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യണം, സ്റ്റുഡൻസിന്റെ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യണം, സ്റ്റുഡൻസിന്റെ പാരന്റ്സിന്റെ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യണം. ഇതെല്ലാം അവരുടെ ആ ടീച്ചറിന്റെ എന്തായിട്ട് വരും? ഈ പൊസിഷൻസ് എല്ലാം കൂടെ ഒരുമിച്ച് ആ ടീച്ചറിന്റെ എന്ത് ഇതായിട്ട് വരും? കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരുമിച്ച് ഒരു സിംഗിൾ ആളുടെ റോൾ എന്ന് പറയോ, സ്റ്റേറ്റസ് എന്ന് പറയോ, എന്തെന്ന് പറയും? മൾട്ടിപ്പിൾ റോൾസ്. അതായത് ഒരു ടീച്ചറായിട്ട് കുറെ എന്താക്കും, അറ്റ് എ ടൈം കുറെ റോൾസ് ചെയ്യൂല. അറ്റ് എ ടൈം കുറെ റോൾസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ അവിടെ എന്താ ചോദിച്ചേ? ആ. ഇതെല്ലാം കൂടി ഒരുമിച്ച് എന്താണെന്നാണ് ചോദിച്ചത്. നമ്മൾ നേരത്തെ സ്റ്റേറ്റസ് സെറ്റ് പറഞ്ഞതുപോലെ ഇതെല്ലാം കൂടി ഒരുമിച്ച് ഇപ്പൊ ദേ അല്ല, ഒരു മൾട്ടിപ്പിൾ റോൾസും മൾട്ടിപ്പിൾ റോൾസ് അതും സെയിം അല്ല മാഡം? മൾട്ടിപ്പിൾ റോൾസ് എന്ന് പറയുന്നത് ഒരാളുടെ ഡിഫറെന്റ് റോൾസ് ആണ്. അത് ഒരാൾക്ക് എത്ര റോൾസ് വേണോ ഉണ്ടാവാം. ഈ റോൾസ് എല്ലാം കൂടെ ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എന്തെന്നല്ലേ നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോ ഈ ടീച്ചറിന്, ഈ ടീച്ചർ മറ്റുള്ളവർക്ക് ഒരു കൊളീഗാണ്, സ്റ്റുഡൻസിന് ഒരു ടീച്ചറാണ്, പിന്നെ സ്റ്റുഡൻസിന്റെ പാരന്റ്സിനോട് സംസാരിക്കണം. വീട്ടിൽ പോയി കഴിഞ്ഞാൽ അയാൾ ഒരു ഫാദർ ആയിരിക്കാം, ഹസ്ബൻഡ് ആയിരിക്കാം, സൺ ആയിരിക്കാം. ഇതെല്ലാം അയാളുടെ റോൾസ് ആണ്. ഇതെല്ലാം ഒരുപാട് റോൾസ് ഉള്ളത് കൊണ്ട് മൾട്ടിപ്പിൾ റോൾസ് ചെയ്യുന്ന ആളാണ്. സോ അയാൾക്ക് മൾട്ടിപ്പിൾ റോൾസ് ഉണ്ട്. പക്ഷെ ഇതെല്ലാം കൂടി ഒരുമിച്ച് ഇതിന് എന്ത് പേര് പറയും എന്നല്ലേ നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒരുമിച്ച് ഇതിനെല്ലാം നമ്മൾ ആ മൾട്ടിപ്പിൾ റോൾസ് എന്നല്ല പറയുന്നത്. ഈ മൾട്ടിപ്പിൾ റോൾസ് എല്ലാം കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ അതിനെ പറയുന്ന പേരാണ് റോൾ സെറ്റ്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ മാഡം. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ മാഡം. നെക്സ്റ്റ് വൺ. The prohibition of Sagotra marriage among the Hindus is an example of marriage. സോ ഇതെന്ന് പറയുന്നത് നമ്മൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മാരേജ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതില് ഹിന്ദു മാരേജസിൽ സഗോത്ര എന്ന് പറയുന്ന ഒരു മാരേജ് ബാൻ ചെയ്തിട്ടുണ്ട്. സഗോത്ര, ആ വേർഡ് മീനിങ് എന്ന് വെച്ചാൽ എന്താണ്? സഗോത്ര, സെയിം ഗോത്രത്തിൽ നിന്ന് വിവാഹം ചെയ്യുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അത് സമ്മതിക്കില്ല. അത് ഏതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരും? സോ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്രൊഹിബിറ്റ് ചെയ്യുന്നെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. സെയിം ഗോത്ര, അല്ലെങ്കിൽ സെയിം ക്ലാൻ, സെയിം വില്ലേജ്, സെയിം ട്രൈബ്, ഇങ്ങനെയുള്ള കാര്യത്തിൽ നിന്ന് ചില ആൾക്കാരെ മാരി ചെയ്യുന്നതിന് പ്രൊഹിബിഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സോ അതുപോലെ സഗോത്ര മാരേജ് പ്രൊഹിബിഷൻ ചെയ്തിരിക്കുന്നത് ഏതിന്റെ എക്സാമ്പിൾ ആണ്? ഏത് ടൈപ്പ് ഓഫ് മാരേജ് പ്രൊഹിബിഷന്റെ എക്സാമ്പിൾ ആണ്? ഗോത്രയായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന വാക്കാണ് ക്ലാൻ എന്ന് പറയുന്നത്. ക്ലാൻ ആണ്. ക്ലാൻ എന്ന് പറയുന്നത് കുലം എന്നർത്ഥം വരും മലയാളത്തില്. ഗോത്ര, ക്ലാൻ എന്നൊക്കെ പറയുന്നത് കുലം. ഒരേ കുലത്തിൽപ്പെട്ട ആളുകൾ തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല? വിവാഹം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഹിന്ദു മാരേജസിൽ പറയുന്നത്. അല്ല, എൻഡോഗാമി ആണെങ്കിലും അത് അവരുടെ കാസ്റ്റിന്റെ ഉള്ളിൽ തന്നെ കല്യാണം കഴിക്കണമെന്നല്ലേ റൂൾസ് ഒക്കെ? അത് കാസ്റ്റിന്റെ ഉള്ളിൽ നിന്നല്ലേ, ഇത് പ്രൊഹിബിഷൻ അല്ലേ. എൻഡോഗാമി എന്ന് പറഞ്ഞാൽ കാസ്റ്റിന്റെ ഉള്ളിൽ നിന്ന് കല്യാണം കഴിക്കുന്നതാണ്. കാസ്റ്റ് എൻഡോഗാമി എന്ന് പറഞ്ഞാൽ ആ കാസ്റ്റിന്റെ ഉള്ളിൽ നിന്ന് മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ. ഇത് എക്സോഗാമിയാണ്. എക്സോഗാമി എന്ന് പറഞ്ഞാൽ അതിന് പുറത്തുനിന്നേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ. ഓക്കെ, സോ അത് കൺഫ്യൂസ് ചെയ്യാതെ നോക്കണം കേട്ടോ. എക്സോഗാമി എന്ന് പറഞ്ഞാൽ അതിന് പുറത്തുനിന്നേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ. ക്ലാൻ അല്ലെങ്കിൽ ഗോത്രയിൽ നിന്ന് പുറത്തേ വിവാഹം ചെയ്യാൻ പാടുള്ളൂ. സഗോത്ര എന്ന് പറഞ്ഞാൽ സെയിം ഗോത്രത്തിൽപ്പെട്ട ആൾക്കാർ എന്ത് ചെയ്യാൻ പാടില്ല? വിവാഹം ചെയ്യാൻ പാടില്ല. ഓക്കെ, എക്സോഗാമി എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി പറയാമോ? ഡി ഓപ്ഷൻ ഉണ്ടല്ലേ, ദി ഇൻസെന്റ് ടാബു. അതും പിന്നെ എ ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്താലേ. ടാബു കൊണ്ട് ഉദ്ദേശിക്കുന്നതും ആക്ച്വലി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ എന്നാലും എന്താ ഇപ്പൊ നമ്മൾ പാടില്ല, അത് പാപമാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കുറച്ച് കൺഫ്യൂഷന് വേണ്ടിയിട്ട് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ആണ്. ഇത് UGC
നെറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളതാണ്. ടാബ് Okay. കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പാപമാണ്, അല്ലെങ്കിൽ അത് ചെയ്താൽ ശാപം കിട്ടും, അങ്ങനെയൊക്കെ ഉള്ളൊരു സെൻസിലാണ് പറയുന്നത്. ഓക്കെ. സോ പക്ഷെ ഇങ്ങനെ ഒരു സഗോത്ര മാരേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യന് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് സെലക്ട് ചെയ്യേണ്ടത്. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ആൻസേഴ്സ് ചിലപ്പോൾ നമുക്കത് റിലേറ്റ് ചെയ്ത് തോന്നാം. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ള ഏതാണ് എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ ക്ലാൻ എക്സോഗാമി എന്നൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇൻസെസ്റ്റ് ടാബും എടുക്കാം. അതങ്ങനെ ചെയ്യാൻ പാടില്ല, അത് തെറ്റാണെന്നുള്ളത്. ഓക്കെ. Next one, the state or process of adjustment to a conflict situation in which overt expressions of hostility are avoided and certain compensatory advantages, economic, social, or psychological, are gained by both sides, while leaving the source of conflict unresolved and allowing the structural inequalities, giving rise to minority subordination to persist. So, ഇന്ന് എന്നോട് ഡൗട്ട് ചോദിച്ചത് ഈ ഒരു പോർഷനിൽ നിന്നുണ്ടായിരുന്നില്ലേ? സോ ഇത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നോ? അതെ അതെ മാഡം, പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ടൈം ഇല്ല, പെട്ടെന്ന് പറഞ്ഞോ. അതായത് നമ്മളൊരു കോൺഫ്ലിക്റ്റ് ഉള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ പല കാര്യങ്ങളും നമ്മളിപ്പോ നമുക്ക് പല പെർസ്പെക്റ്റീവ്സ് ഉണ്ടായിരിക്കും. അക്കോമഡേഷൻ. അതെ, അതായത് നമുക്ക് പല പല രീതിയിലുള്ള പെർസ്പെക്റ്റീവ്സ് ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കും. പക്ഷെ ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ സമാധാനം നിലനിർത്തണം. ഇപ്പം ഞാൻ പറയുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നില്ലായിരിക്കും. പക്ഷെ ഒരു എന്താണ്, ഒരു ടീച്ചർ എന്നുള്ള നിലയ്ക്ക്, ടീച്ചറിനെ റെസ്പെക്ട് ചെയ്യുന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളൊന്നും മിണ്ടില്ല, എന്റെ പെർസ്പെക്റ്റീവിനോട് നിങ്ങൾ യോജിച്ചു എന്ന് പറയും. അതെന്താണ്? അതൊരു ഫോം ഓഫ് അക്കോമഡേഷൻ ആണ്. അതായത് നമ്മൾ ഏതൊരു സോഷ്യൽ സിറ്റുവേഷനിൽ നമ്മൾ ജീവിക്കും, അവിടെ ഒരു സമാധാനമായ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ഒരു കാര്യമായിട്ട് നമ്മളും പൊരുത്തപ്പെടും. നമ്മളും അതിനെ എന്ത് ചെയ്യും? അക്കോമഡേറ്റ് ചെയ്ത് എടുക്കും. ഓക്കെ. Next one, re-socialization is clearly evident when a re-socialization എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പഠിച്ച കാര്യങ്ങളെ നമ്മൾ വീണ്ടും ഒന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? പഴയ കാര്യങ്ങളെ വിട്ടിട്ട് വീണ്ടും പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ്. അതാണ് റീസോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അത് ഇതിൽ ഏതാണ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ? ഗേൾസ് മാരേജ് ജസ്റ്റ് ടേക്സ് പ്ലേസ്. അതാണ്. അതേതാണോ റീസോഷ്യലൈസേഷന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ? ചൈൽഡ് സ്റ്റാർട്സ് ഗോയിങ് ടു സ്കൂൾ ആണോ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്? അതൊരു എക്സാമ്പിൾ ആണ്, ബട്ട് സ്റ്റിൽ നമ്മുടെ എൻട്രൻസ് എക്സാമിന്റെ ആൻസർ കീയില് അവർ അക്സെപ്റ്റ് ചെയ്യുന്ന ആൻസർ അതല്ല. അപ്പോ സി ആക്കി മാഡം. സി ആണ്. സി വരാനുള്ള കാരണം എന്തായിരുന്നു? അതായത് റെവല്യൂഷണറി പാർട്ടിയിൽ പോകുമ്പോ അവൻ എന്തായാലും അവന്റെ രീതികളൊക്കെ മാറും അല്ലെ? ചിന്തിച്ചിരുന്ന പല കാര്യങ്ങളും മാറും അല്ലെ? ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരുപാട് പാർട്ടികളുണ്ട്. ഇപ്പം ഒരു പാർട്ടിയിൽ വിശ്വസിച്ചിരുന്ന ആള് അല്ല മാഡം, അപ്പോ ഇങ്ങനെയാണെങ്കിൽ അതില് പെർഫെക്ഷൻ ആയിട്ടുള്ള ആൻസർ ഞങ്ങൾ കൊടുക്കാനല്ലേ? അതായത് ഇപ്പൊ 3 സാധ്യത ഉണ്ടല്ലേ റീസോഷ്യലൈസേഷനില്? 3 സാധ്യതയില്ല. ഗേൾസ് മാരേജ് ജസ്റ്റ് ടേക്സ് പ്ലേസ്, അതൊരു പക്ഷെ അതൊരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. ഗേൾസ് മാരേജ് ജസ്റ്റ് ടേക്സ് പ്ലേസ്, അതായത് ഒരു കുട്ടിയുടെ കല്യാണം ജസ്റ്റ് നടന്ന ഉടനെ അവിടെ റീസോഷ്യലൈസേഷൻ നടക്കുമോ? അതാണ് അവിടുത്തെ ഒരു പ്രശ്നം. ഇപ്പം അവിടെ ആ ഒരു ഓപ്ഷൻ കുറച്ചുകൂടി കംപ്ലീറ്റ് ആയിരുന്നു. ഒരു ഗേള് ആഫ്റ്റർ മാരേജ് ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് താമസിക്കാൻ പോയി. അവിടെ ചെന്നതിന് ശേഷമല്ലേ പുതിയ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് അല്ല, ജസ്റ്റ് ഗേൾസ് മാരേജ് ജസ്റ്റ് ടേക്സ് പ്ലേസ്. സോ അതുകൊണ്ടാണ് ഇവർ കുറച്ചുകൂടി കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇടുന്നത്. ഇപ്പം അവിടെ റീസോഷ്യലൈസേഷന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയായിരുന്നു. എങ്ങനെ പറയായിരുന്നു? ഗേള് ആ മാരേജ് കഴിഞ്ഞ് ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോയി ഇൻലോസും ഹസ്ബൻഡുമായിട്ട് പുതിയ രീതികളുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്നതിനെയാണെങ്കിൽ നമുക്ക് റീസോഷ്യലൈസേഷൻ എന്ന് പറയാമായിരുന്നു. ഓക്കെ. നെക്സ്റ്റ് വൺ,
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് അസ്ക്രൈബ്ഡ് സ്റ്റേറ്റസ്? എന്താണ് അസ്ക്രൈബ്ഡ് സ്റ്റേറ്റസ്? സ്ക്രൈബ് സ്റ്റാറ്റസ് മെയിൻ ആയിട്ട് പഠിച്ചതല്ലേ. രണ്ട് ടൈപ്പ് ഓഫ് സ്റ്റേറ്റസ് ഉണ്ട് അല്ലെ? അസ്ക്രൈബ്ഡ് സ്റ്റേറ്റസും ഉണ്ട്, അച്ചീവ്ഡ് സ്റ്റേറ്റസും ഉണ്ട്. അസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജനിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നതാണ് അസ്ക്രൈബ്ഡ് സ്റ്റേറ്റസ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു തരത്തിലും പണിയെടുത്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കാര്യമല്ല, നമുക്ക് ജന്മനാ കിട്ടുന്ന കാര്യമാണ്. അപ്പൊ കാസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക്, അല്ലെങ്കിൽ റിലീജിയൻ എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുമ്പോൾ ഒരു ഇതിലേക്ക് പെട്ട് പോകുന്നതാണ്, നമ്മൾ മനഃപൂർവ്വം നമ്മളായിട്ട് ചൂസ് ചെയ്യുന്നതല്ല. അപ്പൊ റിലീജിയൻ, കാസ്റ്റ് ഒക്കെ ഒരു അസ്ക്രൈബ്ഡ് സ്റ്റേറ്റസ് ആണ്. അപ്പൊ ഇതിൽ ഏതാണ്? ബ്രാഹ്മിൻ. ബ്രാഹ്മിൻ. According to traditional Hindu law, marriage is a. So ഹിന്ദു മാരേജ് എന്ന് പറയുന്നത് അവരെങ്ങനെയാണ് ഹിന്ദു മാരേജിനെ കാണുന്നത്? മാരേജിനെ ഒരു കോൺട്രാക്ട് ആയിട്ടാണോ കാണുന്നത്, അല്ലെങ്കിൽ സേക്രമെന്റ്, ഒരു പവിത്രമായിട്ടുള്ള ഒരു യൂണിയൻ ആയിട്ടാണോ കാണുന്നത്? റെഗുലേഷൻ ഓഫ് പ്രോസ്റ്റിറ്റ്യൂഷൻ ആണോ? അതൊന്നും അല്ല. എന്തായിട്ടാണ് കാണുന്നത്? സാക്രമെന്റ് ആയിട്ടാണ് കാണുന്നത്. ഒരു ഭയങ്കര പുണ്യമായിട്ടുള്ള ഒരു യൂണിയൻ, ഒരു സേക്രഡ് യൂണിയൻ ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ ആയിട്ടാണ് ഹിന്ദു മാരേജ് ലോയിൽ ഹിന്ദുസ് മാരേജിനെ കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഡാഷ് ഇസ് എ മാരേജ് വിത്ത് ചൈൽഡ്ലെസ് വിഡോ ഓഫ് ഹിസ് ഡിസീസ്ഡ് ബ്രദർ. സോ ഇത് നമ്മൾ ടൈപ്പ് ഓഫ് മാരേജ് പറഞ്ഞപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഹസ്ബൻഡ് മരിച്ചുപോയി ഒരു സ്ത്രീ അവരുടെ ഹസ്ബൻഡിന്റെ ബ്രദറിനെ വിവാഹം ചെയ്യുകയാണെങ്കിൽ അതിനെന്ത് പേരാണ് അതിന് പറയുന്നത് എന്നുള്ളത്. സോ ഇതും കുറച്ച് കൺഫ്യൂസ്ഡ് ആവുന്ന കുറച്ച് ടേംസ് ആണ്. രണ്ട് ടൈപ്പ് ഉണ്ട്, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ലെവറേറ്റ് എന്നും സൊറോറേറ്റ് എന്നും പറയും. ഇത് രണ്ടും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. അതില് ലെവറേറ്റ് എന്ന് പറയുന്നതാണ് ഹസ്ബൻഡിന്റെ മരണശേഷം സ്ത്രീ ഹസ്ബൻഡിന്റെ ബ്രദറിനെ കല്യാണം കഴിക്കുന്നത്. ഓക്കെ, അതാണ് ലെവറേറ്റ്. എല്ലിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ എന്താണ്? ഹസ്ബൻഡിന്റെ മരണശേഷം ഹസ്ബൻഡിന്റെ ബ്രദറിനെ ഒരു സ്ത്രീ വിവാഹം ചെയ്യുന്നതിനെയാണ് നമ്മൾ ലെവറേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിന്റെ ആയിട്ട് റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഓക്കെ, സോ അതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? സൊറോറേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സൊറോറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഫിന്റെ മരണശേഷം അല്ലെങ്കിൽ വൈഫ് കൂടെ ഉള്ളപ്പോൾ തന്നെ വൈഫിന്റെ സിസ്റ്ററെ വീണ്ടും വിവാഹം ചെയ്യുന്നതിനെയാണ് സൊറോറേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ രണ്ട് ടേംസ് കൺഫ്യൂസ്ഡ് ആവാണ്ട് നോക്കാം. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഇസ് ലെവറേറ്റ്, അതായത് ഹസ്ബൻഡിന്റെ മരണശേഷം ഹസ്ബൻഡിന്റെ ബ്രദറിനെ വിവാഹം ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഡാഷ് മേ ബി ഡിസ്ക്രൈബ്ഡ് ആസ് എ കോമ്പിനേഷൻ ഓഫ് പോളിഗാമി ആൻഡ് പോളിആൻഡ്രി. രണ്ടും കൂടെ ഒരുമിച്ച് വരുന്നത്. പോളിഗാമിയും ഉണ്ട്, പോളിആൻഡ്രിയും ഉണ്ട്. പോളിഗാമി എന്ന് പറയുന്നത് എന്താണ്? ഒരു പുരുഷൻ, ഒരു മെയില് മോർ ദാൻ വൺ ഫീമെയിലിനെ വിവാഹം കഴിക്കുന്നതാണ് പോളിഗാമി. പോളിആൻഡ്രി എന്ന് പറയുന്നത് ഒരു ഫീമെയില് മോർ ദാൻ വൺ മെയിലിനെ വിവാഹം കഴിക്കുന്നതാണ് പോളിആൻഡ്രി എന്ന് പറയുന്നത്. ഇതിന്റെ രണ്ടിന്റെയും ഒരു കോമ്പിനേഷനെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കുന്നത്? മോണോഗമി അല്ല, മോണോഗാമി എന്ന് പറയുന്നത് മോണോ എന്ന് പറയുമ്പോൾ തന്നെ എന്താ മനസ്സിലാക്കുന്നത്? ഒരു പാർട്ട്ണറെ ഉണ്ടാവുള്ളൂ. ഒരു മെയിൽ ഒരു ഫീമെയിലിനെ വിവാഹം ചെയ്യുന്നു. മോണോ, ഒരൊറ്റ പാർട്ട്ണറെ ഉണ്ടാവുള്ളൂ. ലെവറേറ്റും സൊറോറേറ്റും ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. എന്തായിരിക്കും ആൻസർ? പോളിഗാമി പറഞ്ഞാല് പോളിഗാമി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെയില് ഒരുപാട് സ്ത്രീകളെ വിവാഹം ചെയ്യുന്നു. അതിന്റെ ഓപ്പോസിറ്റ് ആണ് പോളിആൻഡ്രി, അതായത് ഒരു ഫീമെയില് ഒരുപാട് ആണുങ്ങളെ വിവാഹം ചെയ്യുന്നു. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരുന്നത്, അതായത് സ്ത്രീകളും പുരുഷന്മാരും ഒരുപാട് പേര് വിവാഹം ചെയ്യുന്നു. ഗ്രൂപ്പ് മാരേജ് ആണ്, അല്ലെങ്കിൽ അതിന് വേറൊരു പേരാണ് എൻഡോഗാമി. സോ അതായത് ഒരു ഗ്രൂപ്പ് മാരേജ് അല്ലെങ്കിൽ എൻഡോഗാമി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, അതിൽ ഒരുപാട് സ്ത്രീകളും ഉണ്ടാവും, ഒരുപാട് പുരുഷന്മാരും ഉണ്ടായിരിക്കും. ഈ ഗ്രൂപ്പ് തമ്മിൽ വിവാഹം ചെയ്യും. അതിൽ ഓരോ സ്ത്രീയും ഓരോ പുരുഷന്റെ വൈഫാണ്. ഓരോ പുരുഷനും ഈ ഗ്രൂപ്പിൽ പെട്ട ഓരോ സ്ത്രീയുടെ ഹസ്ബൻഡുമാണ്. അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് മാരേജ്. അപ്പൊ അത് പോളിഗാമി എന്നും പോളിആൻഡ്രി എന്നും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. കാരണം അവിടെ സ്ത്രീകൾക്ക് ഒരുപാട് കൂടുതൽ ഹസ്ബൻഡ്സ് ഉണ്ട്, പുരുഷന്മാർക്കും ഒന്നിൽ കൂടുതൽ വൈഫ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ. മാരേജ് വിത്തിൻ ദ ക്ലാസ് ഇസ് നോൺ ആസ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, കാസ്റ്റിന്റെ അകത്ത് നിന്ന് വിവാഹം ചെയ്യുക, അല്ലെങ്കിൽ ഒരു ആളുടെ ക്ലാസിന്റെ അകത്ത് നിന്ന് വിവാഹം ചെയ്യുക,
അല്ലെങ്കിൽ സ്വന്തം ട്രൈബിന്റെ അകത്ത് നിന്ന് വിവാഹം ചെയ്യുക, അല്ലെങ്കിൽ സ്വന്തം വില്ലേജിന്റെ അകത്ത് നിന്ന് വിവാഹം ചെയ്യുക, അകത്ത് നിന്ന് വിവാഹം ചെയ്യുക, ഇതിന്റെയൊക്കെ അകത്ത് മാത്രം വിവാഹം ചെയ്യുക എന്നുള്ളതിന് നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കുന്നത്? എൻഡോഗാമി. അതെ, ഒരാളുടെ കാസ്റ്റിന്റെയോ സബ് കാസ്റ്റിന്റെയോ വർണ്ണയുടെയോ ഇതിന്റെ എല്ലാം അകത്ത് നിന്ന് മാത്രം വിവാഹം ചെയ്യുകയാണെങ്കിൽ അതിന് എൻഡോഗാമി എന്ന് പറയും. Then, when after marriage, husband leaves in the residence of his wife, the system is known as. വിവാഹശേഷം ഹസ്ബൻഡ് നേരെ വൈഫിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഒരു സിസ്റ്റത്തിന് നമ്മൾ എന്താണ് പറയാ? പാട്രി. ഏതാണ്? ABCD ഏതാണ്? പാട്രോണൈമിക് ഫാമിലി അല്ല മാഡം? ഓപ്ഷൻ പറഞ്ഞേ. എ അല്ല, എ എന്ന് പറയുന്ന ഒരു ഫാമിലിയെ കുറിച്ചേ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലല്ലോ. ആൻസർ ബി ആണ്. ആൻസർ ബി ആണ്, മാട്രിയാർക്കൽ ഫാമിലി. അതായത് ഒരു ഹസ്ബൻഡ് വിവാഹശേഷം വൈഫിന്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ സ്ത്രീയുടെ വീട്ടിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ മാട്രിയാർക്കൽ ഫാമിലി എന്ന് പറയുന്നത്. മാട്രി എന്ന് പറയുന്നത് എപ്പോഴും സ്ത്രീകളുടെ ഇതിനെ ഉദ്ദേശിക്കുന്നതാണ്. ഓക്കെ, സോ ഇത് മാട്രിയാർക്കൽ അല്ല, മാട്രി ലോക്കൽ ആണ്. സോറി, അത് മാട്രിയാർക്കൽ എന്ന് പറയുന്നത് സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ അതോറിറ്റി, അല്ലെങ്കിൽ സ്ത്രീകൾ ഹെഡായിട്ടുള്ളതിനെയാണ് നമ്മൾ മാട്രിയാർക്കൽ എന്ന് പറയുന്നത്. മാട്രി ലോക്കൽ, ലോക്കൽ എന്ന് ഉദ്ദേശിക്കുന്നതാണ് ഈ ഒരു റെസിഡൻസിനെ ബേസ് ചെയ്ത്, അതായത് വിവാഹശേഷം ഹസ്ബൻഡ് സ്ത്രീയുടെ വീട്ടിലേക്ക് താമസം മാറുന്നു, ആ ഒരു റെസിഡൻസ് മാറുന്നു, അതാണ് മാട്രി ലോക്കൽ. സോ ഇതിന്റെ ആൻസർ മാട്രി ലോക്കൽ ആണ് കേട്ടോ. ആർക്കൽ എന്ന് പറയുമ്പോൾ, മാട്രി ആർക്കൽ എന്ന് പറയുമ്പോൾ അതോറിറ്റി ആണ്, റെസിഡൻസ് അല്ല വരുന്ന, അതോറിറ്റി ആണ്. അപ്പൊ മാട്രി ആർക്കൽ എന്ന് പറയുമ്പോൾ സ്ത്രീക്കാണ് ഏറ്റവും കൂടുതൽ അതോറിറ്റി ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ സിസ്റ്റം അണ്ടർ വിച്ച് വിമൻ ക്യാൻ മാരി മോർ ദാൻ വൺ ഹസ്ബൻഡ് ആൻഡ് കീപ് ഓൾ ഓഫ് ദം വിത്ത് ഹെർസെൽഫ് ഇസ് നോൺ. സോ ഒരു സ്ത്രീക്ക് ഒന്നിൽ കൂടുതൽ പുരുഷനെ വിവാഹം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പേരെന്താണ്? പോളിഗാമസ്. ഗാമസ് എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് പോളി ആൻഡ്രസ്. ആൻഡ്രസ് ആണ് എന്തെന്ന് പറയുന്നത്, സ്ത്രീയെ സൂചിപ്പിക്കുന്നത്. ഒരു സ്ത്രീക്ക് എന്ത് മാഡം? പോളി ആൻഡ്രസ്. ആൻഡ്രസ് ആണ് വിമൻ അല്ലെങ്കിൽ ഫീമെയിൽ, അതിനെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ആൻഡ്രസ്, പോളി ആൻഡ്രസ് ആണ് ഒരു വിമന് മോർ ദാൻ വൺ ഹസ്ബൻഡ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ മെയിൽ പാർട്ട്നേഴ്സ് ഉള്ളതിനെ നമ്മൾ പോളി ആൻഡ്രസ് എന്ന് പറയും. ഗാമസ് ആണെങ്കിൽ അവിടെ ഉദ്ദേശിക്കുന്നത് മെയിലിനെയാണ്, അതായത് ഒരു മെയിലിന് മോർ ദാൻ വൺ വൈഫ് അല്ലെങ്കിൽ മോർ ദാൻ വൺ ഫീമെയിൽ പാർട്ട്നേഴ്സ് ഉള്ളതിനെയാണ് നമ്മൾ ഗാമസ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ. The family in which spouses, their offsprings and other relatives through marriage live together is called. അതായത് ഈ ഒരു ടൈപ്പ് ഓഫ് ഫാമിലിയിൽ ഹസ്ബൻഡ്, വൈഫ്, അവരുടെ കുട്ടികൾ, റിലേറ്റീവ്സ് എല്ലാവരും കൂടെ ഒരുമിച്ച് താമസിക്കുകയാണ്. സോ ഇവിടെ കോൺജുഗൽ ഫാമിലി ഉണ്ട്, കോൺസാങ്നസ് ഫാമിലി ഉണ്ട്, മോണോഗാമസ് ഫാമിലി ഉണ്ട്, പോളി ആൻഡ്രസ് ഫാമിലി. അതില് പോളി ആൻഡ്രസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഒരു സ്ത്രീക്ക് ഒരുപാട് ഹസ്ബൻഡ്സ് ഉണ്ടെങ്കിൽ അത് പോളി ആൻഡ്രസ്. സോ അപ്പൊ ഇതിന്റെ ആൻസർ പോളി ആൻഡ്രസ് അല്ല. ദെൻ മോണോഗാമസ് ഫാമിലി. മോണോ എന്ന് പറയുമ്പോൾ ഒരു ഹസ്ബൻഡും ഒരു വൈഫും മാത്രമുള്ള ഫാമിലി. ദെൻ കോൺസാങ്നസ് ഞാൻ ബ്ലഡ് റിലേഷൻഷിപ്പ് വഴി മാത്രം ഉണ്ടാകുന്ന ഫാമിലി. ഓക്കെ, പക്ഷെ കോൺജുഗൽ ആണെങ്കിൽ അവിടെ എന്താണ്? മാരേജ് വഴി ഉണ്ടാകുന്ന റിലേഷൻസ്. ഇപ്പൊ ഒരു മാരേജ് വഴിയാണ് സ്പൗസസ് ഉണ്ടാകുന്നത്, ഹസ്ബൻഡും വൈഫും ഉണ്ടാകുന്നത്, അതുവഴിയാണ് കുട്ടികൾ, അതുവഴി ഉണ്ടാകുന്ന റിലേറ്റീവ്സ്, ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് താമസിക്കുന്ന ഫാമിലിയെ നമ്മൾ എന്തെന്ന് പറയും? കോൺജുഗൽ ഫാമിലി എന്ന് പറയും. മാരിറ്റൽ റിലേഷൻഷിപ്പ്. ഓക്കെ, മാരിറ്റൽ വിവാഹതരമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ വിവാഹം എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി ഉണ്ടാകുന്ന ഫാമിലി. ഓക്കെ. Then, who of the following classified the functions of family into essential and non-essentials? Essential and non-essential എന്ന് പറഞ്ഞ ഫാമിലിക്ക് രണ്ട് ഇമ്പോർട്ടന്റ് ഫങ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തത് ഏത് സോഷ്യോളജിസ്റ്റ് ആണ്? മാക്കേവർ ആൻഡ് പേജ് ആണ്. ഓക്കെ, മാക്കേവർ ആൻഡ് പേജ് ആണ് ഫാമിലിക്ക് രണ്ട് കാറ്റഗറീസ് ഓഫ് ഫങ്ഷൻസിനെ കുറിച്ച് പറഞ്ഞത്, എസെൻഷ്യൽ എന്നും നോൺ എസെൻഷ്യൽ എന്നും. എസെൻഷ്യൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത് സാറ്റിസ്ഫാക്ഷൻ ഓഫ് സെക്ഷുവൽ നീഡ്സ്, പ്രൊഡക്ഷൻ ആൻഡ് റിയറിംഗ് ഓഫ് ചിൽഡ്രൻ, പ്രൊവിഷൻ ഓഫ് ഹോം, ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാമിലിയുടെ ഫങ്ഷൻസ്.
നോൺ അസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഫങ്ഷൻസ് എക്കണോമിക്കലി സപ്പോർട്ട് ചെയ്യുക, എഡ്യൂക്കേഷൻ കൊടുക്കുക, ഹെൽത്തിൽ സപ്പോർട്ട് ചെയ്യുക, റിക്രിയേഷൻ അല്ലെങ്കിൽ റിലീജിയൻ, പിന്നെ കുട്ടികളെ സോഷ്യലൈസ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ഫങ്ഷൻസിനെയാണ് നോൺ അസെൻഷ്യൽ ഫങ്ഷൻസ് മെക്കിയവർ പറഞ്ഞത്. ഓക്കെ. Then a child who associates his line of descent with his father's side only is a part of. So അച്ഛന്റെ വഴി മാത്രം സ്വത്ത്, അച്ഛന്റെ വഴി മാത്രം, അച്ഛന്റെ കുടുംബത്തിന്റെ പേര് മാത്രം കുട്ടിക്ക് ഇടുക, ഇങ്ങനെയൊക്കെയുള്ള ടൈപ്പ് ഓഫ് ഫാമിലി അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ ഇങ്ങനെ ഒരു സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും? ഓപ്ഷൻ നമ്പർ പറഞ്ഞേ. 4. അതെ, പാട്രി. പാട്രി ആണ് എപ്പോഴും ആണുങ്ങളുടെ ഇതുവഴി അല്ലെ. പാട്രി ലോക്കൽ എന്ന് പറയുമ്പോൾ വിവാഹശേഷം ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് വൈഫ് വരുന്നത്, അവിടെ ഹസ്ബൻഡ് ആണ് സുപ്പീരിയർ. സോ അതുകൊണ്ട് തന്നെ അച്ഛന്റെ വഴിയായിരിക്കും കുട്ടിക്ക് സ്വത്ത് കിട്ടുന്നതും, അല്ലെങ്കിൽ അച്ഛന്റെ ഫാമിലി നെയിം ആയിരിക്കും കുട്ടിക്ക് ഇടുന്നതും ഒക്കെ. സോ അതാണ് പാട്രി ലീനിയൽ എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഈ 2 മൊഡ്യൂൾസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത്. കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നാം. Okay.